Good morning. Good morning. Good morning, Good morning, Miss. Good morning, ma'am. Good morning, ma'am. Good morning. നിങ്ങളുടെ പ്രേയർ എല്ലാം കഴിഞ്ഞോ? ഇല്ല മാം. പുതിയ ബാച്ചിന്റെ ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആയിരുന്നു 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോഴാണ് കഴിഞ്ഞത്. 22ാമത്തെ ബാച്ച്. ഞാൻ പറഞ്ഞു നിങ്ങൾ എന്നെ നോക്കി അവിടെ ഇരിക്കണ്ടാവും എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ പറഞ്ഞ അവിടെ നിന്ന് ഇറങ്ങി. അവര് ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ക്ലാസ് തന്നെ ഭയങ്കര പാട്ടൊക്കെ ആയിരുന്നു കേട്ടോ. ഓക്കെ ഫൈൻ. സോ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് പ്രേയർ ഉണ്ടോ? ആരാ പ്രേയർ ചെയ്യുന്നേ? Okay, I will do, ma'am. Let us pray. Dear God, thank you for the new day. Grant me the strength to handle whatever comes in my life. Bless Jisha ma'am and all my dear friends. Keep us calm, requesting for your guidance and strength and peace. Have a blessed day. Thank you all. ഓക്കെ, ഇനി എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? കുറെ ഡൗട്ട്സ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. റെക്കോർഡ് റൈറ്റിംഗ്, പ്രത്യേകിച്ചും 5ാമത്തെ റെക്കോർഡിന്റെ PDF വന്നതിന് ശേഷം ചോദിച്ചു എന്തൊക്കെയാ നിങ്ങളുടെ ഡൗട്ട്സ്, കൺസേൺസ്, കുറെ കൺഫ്യൂഷൻസ്. ക്ലാസ്സിൽ അത് ക്ലിയർ ചെയ്താൽ നന്നായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരാളോട് പറഞ്ഞു അയാൾ അത് പറയുമ്പോൾ വീണ്ടും നിങ്ങൾക്ക് ഡൗട്ട്സ് ആവും. ഒരു തേർഡ് പേഴ്സൺ അങ്ങനെ പറഞ്ഞു പോകുമ്പോൾ പറയുന്ന ആൾക്കും ടെൻഷൻ ആവും, ഞാൻ പറഞ്ഞത് കറക്റ്റ് ആയോന്ന്. കേൾക്കുന്നവർക്ക് കൂടുതൽ കൺഫ്യൂഷൻ ആകാനും ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ക്ലാസ്സിൽ തന്നെ ക്ലിയർ ചെയ്തു പോകും. എന്താണ് 5ാമത്തെ റെക്കോർഡ് റിലേറ്റഡ് നിങ്ങളുടെ ഡൗട്ട്സ്? റെക്കോർഡ് ബുക്ക് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാമോ? ഫസ്റ്റ് ഡൗട്ട് നോ പ്രോബ്ലം, സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ പിന്നെ പറഞ്ഞത് ഇപ്പൊ എന്തെങ്കിലുമൊക്കെ വർക്കുകളും കുട്ടികൾക്ക് പരീക്ഷയും അവരെ പഠിപ്പിക്കലും ഒക്കെ ആയി തിരക്കാണെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. പാർട്ട് 3 ആവുമ്പോഴേക്കും കംപ്ലീറ്റ് ചെയ്താൽ മതി. പാർട്ട് 3 വരുമ്പോഴാണ് നമ്മൾ പ്രാക്ടിക്കൽസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അതിനുള്ളിൽ അങ്ങ് കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ നമുക്ക് ആ ഡീറ്റെയിൽസ് പഠിക്കുകയും ചെയ്യാം. നമുക്ക് പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ അത് വായിച്ചു നോക്കി മനസ്സിലാക്കാനും പറ്റും. അതിൽ ഒട്ടിക്കേണ്ട പിക്ചേഴ്സ് മാം അയച്ചു തരും അല്ലേ? ബാക്കി ഓൺലി PDF കോപ്പി ഓൾറെഡി വന്നിട്ടുണ്ടോ? എനിക്ക് അതറിയില്ല. നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് അത് ഷെയർ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു PDF ഷെയർ ചെയ്യും. ഇല്ലെങ്കിൽ ഞാനിപ്പോ മെസ്സേജ് കൊടുത്തേക്കാം, അവരത് ഷെയർ ചെയ്തോളൂ. PDF ഷെയർ ചെയ്തു. ആ പിക്ചേഴ്സ് അതിൽ ഒട്ടിക്കേണ്ട പിക്ചേഴ്സ് മാം തരത്തില്ലേ? ഞാനല്ല തരുന്നേ, ഞാനത് ക്ലാസ് റൂമിൽ, നിങ്ങളുടെ ക്ലാസ് റൂം ചാനലില്ലേ അതിലേക്ക് അത് വന്നോളൂ. പിക്ചേഴ്സ് വന്നിട്ടില്ല, PDF ഫയൽ വന്നു. പിക്ചേഴ്സ് നേരത്തെ തന്നിട്ടുണ്ടോന്ന് അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ ആ സംശയം പറഞ്ഞത്. ഞാൻ ചോദിക്കണം എനിക്ക്. അപ്പൊ പിക്ചേഴ്സ് വരുമ്പോൾ നമുക്ക് അത് കറക്റ്റ് പേജിൽ ഒട്ടിക്കുന്ന രീതിയിലായിരിക്കും അത് വരുന്നത്. അതിന്റെയാണ് ഡൗട്ട്. മീൻസ് നമ്മൾ എഴുതി കഴിയുമ്പോ ആദ്യം എഴുതുക. കാരണം ഓരോരുത്തരുടെ ഹാൻഡ് റൈറ്റിംഗ് ഡിഫറെന്റ് ആയിരിക്കുമല്ലോ, വലിപ്പം. അപ്പൊ എഴുതി, നമ്മളിപ്പോ പിങ്ക് ടവറിനെ കുറിച്ച് എഴുതി. അപ്പൊ നമ്മൾ അതിന്റെ ലെഫ്റ്റിൽ പിങ്ക് ടവർ ആണല്ലോ എഴുതേണ്ടത്. അതേ പേജിൽ തന്നെ പിങ്ക് ടവർ മാത്രമല്ല നമ്മൾ ബ്രൗൺ സ്റ്റെയർസും എഴുതിയെന്ന് വിചാരിച്ചു. അപ്പൊ ഈ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഈ പിങ്ക് ടവറും ബ്രൗൺ സ്റ്റെയറും ഒട്ടിക്കേണ്ടി വരുമല്ലോ. അപ്പൊ നമുക്ക് കിട്ടുന്ന PDF നോക്കിയിട്ട് ഇപ്പൊ ആ ഒരു റൈറ്റ് സൈഡിൽ 2 മെറ്റീരിയലിനെ കുറിച്ച് എഴുതിയിട്ടുള്ളൂ. അപ്പൊ ആ 2 മെറ്റീരിയലിന്റെ പിക്ചർ മതിയല്ലോ ലെഫ്റ്റ് സൈഡിൽ, അല്ലേ? അപ്പൊ അതിനനുസരിച്ച് ആ സൈസിൽ ആ പിക്ചർ പ്രിന്റ് ഔട്ട് എടുക്കണം. ഒരു A4 ഷീറ്റിൽ ഒരൊറ്റ പിക്ചർ ആവണ്ട. ഒരു A4 ഷീറ്റിൽ 4 എണ്ണം പേസ്റ്റ് ചെയ്ത് വെച്ച് അങ്ങനെ സൈസ് ഒക്കെ കറക്റ്റ് ചെയ്തിട്ട് പ്രിന്റ് ഔട്ട് എടുക്കുക. അപ്പൊ നിങ്ങൾക്ക് അധികം പ്രിന്റ് എടുക്കേണ്ട വരില്ല. ഓരോ പിക്ചറിനും ഓരോ പേജ് പ്രിന്റ് എടുക്കുന്നതിലും നല്ലത് ഒരു A4 4ഓ 5ഓ കൊള്ളുന്ന രീതിയിലാക്കി വെച്ചിട്ട് പ്രിന്റ് എടുക്കുക. നമ്മുടെ സൈസ് എന്ന് വെച്ചാൽ നമുക്ക് ഒട്ടിക്കേണ്ട സൈസ് അനുസരിച്ച് നമ്മൾ പിക്ചർ പേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ അല്ലേ? അതെ. അല്ലെങ്കിൽ നമ്മൾ കുറേ പേപ്പർ ചുമ്മാ ആവശ്യമില്ലാണ്ട് പ്രിന്റ് എടുത്ത് കൂട്ടണല്ലോ. അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ 3 മെറ്റീരിയൽസിനെ പറ്റി എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കാം. ആ 3 എണ്ണം നമ്മൾ റൈറ്റ് സൈഡിൽ എഴുതി, ആ 3 എണ്ണം ലെഫ്റ്റ് സൈഡിൽ ഒട്ടിച്ചാൽ മതി. എന്താണോ എഴുതിയിരിക്കുന്നത് അതിന്റെ പിക്ചർ ലെഫ്റ്റ് സൈഡിൽ. അതുകൊണ്ടാണ് എഴുതി കഴിഞ്ഞിട്ട് ഒട്ടിക്കാൻ പറയുന്നത്. മനസ്സിലായോ? എഴുതി കഴിയുമ്പോഴാണ് നമ്മളുടെ ഓരോരുത്തരുടെ ഹാൻഡ് റൈറ്റിംഗ് അനുസരിച്ച് ചിലപ്പോൾ ഒരാൾക്ക് പിങ്ക് ടവർ മാത്രമായിരിക്കും റൈറ്റ് സൈഡിൽ വന്നത്, വേറൊരാളുടെ ഹാൻഡ് റൈറ്റിംഗ് ചെറുതായതുകൊണ്ട് പിങ്ക് ടവറും ബ്രൗൺ സ്റ്റെയറും വന്നു എന്ന് വിചാരിക്കും. ഓക്കെ.
മിസ്സേ മിസ്സേ ഗുഡ് മോർണിംഗ് മിസ്സേ. ആ പിക്ചർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേണോ കളർ വേണോ? കളറായാൽ നന്നായിരിക്കും. കാരണം പിങ്ക് ടവറൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണക്ട് ചെയ്യാൻ ഇച്ചിരി പാടല്ലേ. കളർ വരുമ്പോ നമുക്ക് ഇത് പിങ്ക് ടവർ ആണ്, ആ ഒരു കളറാണ് ബെസ്റ്റ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഓരോ പേപ്പറാവും നമുക്ക് നഷ്ടമായിരിക്കും. 4 5 ഒക്കെ ഒറ്റ A4 കൊള്ളുന്ന രീതിയിൽ പിക്ചർ പേസ്റ്റ് ചെയ്ത്, അത് നമുക്കറിയില്ലെങ്കിൽ പുറത്ത് DTP ഷോപ്പിൽ ചെന്നാൽ അവർ പെട്ടെന്ന് അത് ചെയ്തു തരും. ചെറിയൊരു പേയ്മെന്റ് കൊടുക്കണം തന്നെ ഉള്ളൂ. ഓക്കെ മിസ്, താങ്ക് യു. ഓക്കെ, ഇനി എന്തെങ്കിലും ഉണ്ടോ റെക്കോർഡ് റിലേറ്റഡ് ഡൗട്ട്സ്? ക്ലിയർ ആയോ? മാം കണ്ടിന്യൂസ് എഴുതി പോയാൽ മതിയോ, അതോ നമ്മളിപ്പോ ഓരോ സെക്ഷൻ ഓരോ പേജ് ആയിട്ട് അങ്ങനെ ഹെഡിങ് അങ്ങനെ ചെയ്യണോ? ആദ്യം നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുക എത്രത്തോളം പേജ് ഉണ്ട്, റൈറ്റ് സൈഡിൽ എത്ര പേജ് വരുന്നുണ്ട്. ഞാനിങ്ങനെ ഓരോ 5 ഏരിയ ആയിട്ട് തിരിച്ചിട്ടാണ് മെറ്റീരിയൽസ്. അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരുന്നോ? കിട്ടിയ മാറ്ററിൽ 5 ഏരിയ ആയിട്ടാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഓരോ ഏരിയ നമുക്ക് കണ്ടിന്യൂസ് എഴുതിയിട്ട്, ഇപ്പം പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ ആണ് ആദ്യം. അതിന് മുമ്പ് ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ട്. ഡോക്ടർ മറിയ മോണ്ടിസോറിയെ കുറിച്ചും മോണ്ടിസോറി അപ്രോച്ച് എന്താന്നുള്ളതൊക്കെ ഇൻട്രൊഡക്ഷൻ ഉണ്ട്. അതിനുശേഷം മോണ്ടിസോറി ഡിവൈഡ് ചെയ്ത ഏരിയ ഇതൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു പേജിൽ നമ്മൾ എഴുതും. ഇത് കഴിഞ്ഞിട്ട് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിൽ നമുക്ക് മാറ്റും ഡ്രസ്സിംഗ് ഫ്രെയിംസും വരും. അത് കണ്ടിന്യൂസ് എഴുതാം. രണ്ടാമത്തെ ഏരിയ അടുത്ത പേജിലെ ഹെഡിങ് ആയിട്ട് തുടങ്ങാം. എന്നിട്ട് ആ ഏരിയ, ഇപ്പൊ സെൻസോറിയൽ ഏരിയ ആണെങ്കിൽ സെൻസോറിയൽ ഏരിയയിൽ വരുന്ന മെറ്റീരിയൽസ് കണ്ടിന്യൂസ് എഴുതാം. അത് കഴിഞ്ഞിട്ട് മാത്തമാറ്റിക്കൽ ഏരിയ ആണെങ്കിൽ മാത്തമാറ്റിക്കൽ ഏരിയ കണ്ടിന്യൂസ് എഴുതാം. അങ്ങനെ എഴുതാം. പക്ഷെ മിസ് ഒരു കുട്ടി എഴുതിയിട്ടുണ്ട് നമ്മളെ ഗ്രൂപ്പിലത്തെ, അതില് എല്ലാം അടുപ്പിച്ചിട്ട് തന്നെ എഴുതിയേ. പക്ഷേ പേജ് അങ്ങനെ അധികം ബാക്കിയൊന്നുമില്ല, 2-3 എണ്ണം അങ്ങനെയാ ഉണ്ടാവുള്ളൂ. അപ്പൊ നോക്കുക, പേജ് നോക്കുക, അവനവന്റെ ഹാൻഡ് റൈറ്റിങ്ങിനെ പറ്റി ഒരു ബോധവും ഉണ്ടെങ്കിൽ നമുക്ക് അത് കറക്റ്റ് ആക്കി എടുക്കാം. ഒരു പേജ് 2 പേജ് 3 പേജ് 4 പേജ് ഒക്കെ ആണെങ്കിൽ ആ വലുപ്പത്തിലുള്ള പേപ്പർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. മറ്റ് റെക്കോർഡിൽ ബാലൻസ് ഉണ്ടാവുള്ളൂ. ഈ പ്രാക്ടിക്കൽ റെക്കോർഡ്സ് നമ്മൾ ഒട്ടിക്കുന്ന എന്തെങ്കിലും നമ്മൾ ഫിസിക്കലായിട്ട് ഉണ്ടാക്കേണ്ടതുണ്ടോ? മീൻസ് നമ്മള് നിങ്ങൾ ഉണ്ടാക്കേണ്ട ലിസ്റ്റ് തന്നിരുന്നല്ലോ, ഇതാണ് ഉദ്ദേശിച്ചത്. പിങ്ക് ടവറിന്റെ റിപ്ലിക്ക ചെയ്തു, അതുപോലെ തന്നെ ബീഡ്സ് അല്ലേ? നമ്മൾ ചെയ്യണോ അതൊക്കെ? ആരും ചെയ്തില്ലേ? നിങ്ങൾക്ക് ആ ലിസ്റ്റ് കിട്ടിയില്ലേ ചെയ്യേണ്ട മെറ്റീരിയൽസിന്റെ? ഇല്ല. കൊണ്ടായി ഇത് ഉണ്ടാക്കിയതല്ലേ മിസ്സേ? ഒരു 1 മുതൽ 10 വരെ അപർണ മിസ് പറഞ്ഞത്. അപർണ മിസ് കുറച്ച് ആക്ടിവിറ്റീസ് മീൻസ് ഉണ്ടാക്കാൻ പറഞ്ഞു, അതല്ലാതെ നമ്മളൊന്നും ചെയ്തിട്ടില്ല. ആണോ? എന്നാ ഞാൻ അത് കൊടുക്കാൻ പറയാട്ടോ. നിങ്ങൾക്ക് തരാം. കിട്ടാത്തതുകൊണ്ട് തന്നെ ഞാനിപ്പോ കുറച്ച് ചെയ്യാനുള്ളത് കാണിച്ചു തരാം. ലാസ്റ്റ് ബീഡ് സ്റ്റെയർ വരെയാ ചെയ്തത്. ബീഡ് സ്റ്റെയർ വരെ ചെയ്തു. ഓക്കെ ഫൈൻ. അത് മാം ആക്ടിവിറ്റീസ് ആയിട്ട് തന്നത്, അല്ലാതെ പ്രത്യേകിച്ച് ഒന്നും തന്നിട്ടില്ല നമുക്ക്. നമുക്കൊരു ലിസ്റ്റ് ഉണ്ട്, ഒരു 10-20 മെറ്റീരിയൽസിന്റെ ലിസ്റ്റ് ഉണ്ട്. അപ്പൊ ആ ലിസ്റ്റ് അനുസരിച്ച് കുട്ടികൾ അത് ചെയ്തോളൂ. അത് ഞങ്ങൾക്ക് ലിസ്റ്റ് കിട്ടിയിട്ടില്ല മാം. അപർണ മിസ് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മൾ ആക്ടിവിറ്റി ആയിട്ട് ചെയ്തിട്ടുള്ളൂ. വേറെ ലിസ്റ്റ് ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. ലിസ്റ്റ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ഇപ്പൊ പറയാം. ഞാനൊന്ന് മെസ്സേജിൽ. അപ്പൊ നമ്മൾ അതെല്ലാം ഫിസിക്കലി ഉണ്ടാക്കണം അല്ലേ? അതെ, അത് കുറച്ച് മെറ്റീരിയൽസ് ഇപ്പൊ കാണിച്ചു തരാം. ഓക്കെ മാം. പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ഇപ്പൊ അയച്ചു തരൂ കേട്ടോ. അതിന് മുമ്പ്
ഇത് എന്നത്തേക്ക് ഇതൊക്കെ ഉണ്ടാക്കണ്ട്, കംപ്ലീറ്റ് ചെയ്യണ്ട്, അതോ ഒരു ചെയ്ത് വെച്ചോ. പാർട്ട് 3 ആകുമ്പോഴേക്കും പ്രാക്ടിക്കൽസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോഴേക്കും തീരാൻ ലാസ്റ്റ് സ്റ്റേജിലേക്ക് ആയാൽ നന്നായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാല് പ്രാക്ടിക്കൽസ് കഴിയുമ്പോൾ തന്നെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ വൈവ സ്റ്റാർട്ട് ചെയ്യും. വൈവ ടൈമിൽ ഈ വർക്ക് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ് ചെയ്യണം. ചെയ്തു ഇത് മാം. ചെയ്തിട്ടുണ്ട്. ചെയ്തു. ഓക്കെ, വേർഡ് റീഡിംഗ് കാർഡ് ചെയ്തോ? ഇല്ല. ഇല്ലില്ല. നമുക്ക് ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്ക് സിമിലർ ആയ കുറെ വേർഡ് ഉണ്ടാവില്ലേ, അത് ഇതുപോലെ ചെയ്യാം. തൽക്കാലം നിങ്ങളൊരു 4 എണ്ണൊക്കെ മതി. പക്ഷെ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കാനൊക്കെ തുടങ്ങുമ്പോൾ നമുക്ക് 4 പോരാ, കൂടുതൽ വേണം. നമ്മുടെ വർക്കിന്റെ ഭാഗമായിട്ട് കുറെ ഒന്നും ഞാനിപ്പോ പറയണില്ല. മിനിമം 4 നമ്പേഴ്സ് എങ്കിലും ചെയ്തു വെക്കാം. മദർ, ഫാദർ, പെൻസിൽ, പെൻ, ഫ്ലവർ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് കുട്ടികൾ ആ ഒരു സമയത്ത് യൂസ് ചെയ്യുന്ന വേർഡുകൾ ഉണ്ടാവുമല്ലോ, അവർക്ക് എളുപ്പമുള്ളത്. അത് വേർഡ് റീഡിംഗ് കാർഡ് ഡോക്ടർ മറിയ മോണ്ടിസോറി ലാംഗ്വേജ് ഏരിയയിൽ ചെയ്തതാണ്. സാൻഡ് പേപ്പർ ലെറ്റേഴ്സും കാർഡ്ബോർഡിലാണ് ചെയ്തിരിക്കുന്നത്. എന്തോ ചാർട്ട് പേപ്പറിൽ ചെയ്തു. നമ്മൾ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങുന്നതിന്റെ കാർഡ്ബോർഡ് ഉണ്ടാവുമല്ലോ, അതിന് ഞാൻ ഒട്ടിച്ചു. ബാക്കും വേണമെങ്കിൽ കവർ ചെയ്യാം, കാർഡ്ബോർഡ് അല്ലെങ്കിൽ പേപ്പറിലാവുമ്പോൾ. ഇഷ്ടമുള്ള വേർഡ്സ് എടുക്കാമോ? അതായത് ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന വേർഡ്സ്. മാർക്കർ ചാർട്ട് പേപ്പറിൽ മാർക്ക് ചെയ്യുന്ന ആ മാർക്കർ പെന്നില്ലേ, മതി. കാരണം പെന്നാവുമ്പോ ഇത്രയും വലിപ്പം അങ്ങനെ കിട്ടില്ലല്ലോ, ഒരു ഇത് കിട്ടില്ലല്ലോ. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കുക, എഴുതുന്നതായിരിക്കണം എൻഹാൻസ് ചെയ്ത് കാണേണ്ടത്. ബാക്ക്ഗ്രൗണ്ട് അതിനനുസരിച്ചുള്ള കളർ സെലക്ട് ചെയ്യുക. മിസ് ഇതിന് പറയുന്ന പേരെന്താ പറഞ്ഞ? ലെറ്റർ കാർഡ്, വേർഡ് റീഡിംഗ് കാർഡ്. അടുത്തത് പിക്ചർ റീഡിംഗ് കാർഡ്. അപ്പൊ പിക്ചറും അതിനകത്ത് ഉണ്ടായിരിക്കണം. കുറച്ചുകൂടെ വലിപ്പത്തിൽ ചെയ്യാം, ഇതിപ്പോ ചെറുതായിട്ട്. ഇത് എത്രണ്ണം വേണം? ഇതും മിനിമം നിങ്ങൾ എല്ലാം 4 എണ്ണം ഉണ്ടാക്കൂ. എത്ര വേണമെങ്കിലും ഉണ്ടാക്കാം, ഒരെണ്ണമൊന്നും ആയി പോരുന്നേ ഉള്ളൂ. പിന്നെ കളർ കാർഡ്, കളർ ഐഡന്റിഫൈ ചെയ്യാൻ ചുമ്മാ ഒരു ഷേപ്പ് ഞാൻ വരച്ചിട്ട് അതിൽ കളർ ചെയ്തത് കളർ കാർഡ്. ഇത് തന്നെ ജോമെട്രിക്കൽ ഷേപ്പ് വരച്ചിട്ട് കളർ ചെയ്ത കുട്ടികളുണ്ട്. അല്ലെങ്കിൽ കളർ പേപ്പർ വാങ്ങിച്ചിട്ട് ഷേപ്പ് കട്ട് ചെയ്ത് അങ്ങനെ കളർ ഐഡന്റിഫൈ, അങ്ങനെ നിങ്ങൾക്ക് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള എന്ത് ഐഡിയ വേണമെങ്കിലും യൂസ് ചെയ്യാം. അങ്ങനെയാണോ? അതെ, അങ്ങനെ വരുമ്പോ ജോമെട്രിക്കൽ ഷേപ്പും കൂടെ അവർ പഠിക്കും. ഇതിന്റെ പേര് കളർ കാർഡ് എന്നല്ലേ? അതെ, കളർ കാർഡ്. വേർഡ് റീഡിംഗ് കാർഡ്, പിക്ചർ റീഡിംഗ് കാർഡ്, കളർ കാർഡ്. പിന്നെ നമ്മൾ കുട്ടികൾക്ക് സ്റ്റോറി നറേറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് അല്ലേ? ആ സ്റ്റോറിയിൽ വരുന്ന ക്യാരക്ടേഴ്സിന്റെ മാസ്ക് ഉണ്ടാക്കുവാണെങ്കിൽ നന്നായിരിക്കും. ആ മാസ്ക് കുട്ടികളുടെ മുഖത്ത് ഇങ്ങനെ ടോയിൻ വെച്ചിട്ട് ഇങ്ങനെ വെക്കിക്കോ, അല്ലെങ്കിൽ ഇങ്ങനെ പ്ലക്കാർഡ് പോലെ സ്റ്റിക്കിൽ ഇങ്ങനെ പിടിപ്പിച്ചോ, കുട്ടികളെ കൊണ്ട് നമുക്ക് ആ സ്റ്റോറി ഒരു റോൾ പ്ലേ പോലെ, ഒരു ഡ്രാമ പോലെ, ഇനാക്ട് പ്ലേ പോലെ ചെയ്യിപ്പിക്കാം. അതെത്ര ഉണ്ടാക്കണം മിസ്സേ? അത് ആ മാസം എത്ര എണ്ണം വേണം? സ്റ്റോറിയിൽ എത്ര ക്യാരക്ടേഴ്സ് ഉണ്ടോ അതിനനുസരിച്ച് മാസ്ക് ഉണ്ടാക്കിക്കോളൂ. അപ്പൊ നമ്മൾ ഉണ്ടാക്കുന്ന ഇതിനനുസരിച്ചുള്ള സ്റ്റോറി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം അല്ലേ? സ്റ്റോറി നോക്കിയിട്ട് സ്റ്റോറിയിലെ ക്യാരക്ടേഴ്സ് ഏതൊക്കെയാ നോക്കി അതിനനുസരിച്ച് മാസ്ക് പ്രിപ്പയർ ചെയ്യും.
ഇതൊക്കെ കാർഡ്ബോർഡിൽ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. വരച്ചിട്ട് ഇതെല്ലാം മാം ഉണ്ടാക്കിയത് നല്ല രസം. ഞാൻ ആ പഠിക്കുന്ന സമയത്ത് ചെയ്തതാ. വരച്ചിട്ട് ചെയ്താണോ മാം? ഞാൻ ട്രേസ് ചെയ്തു. എനിക്ക് അങ്ങനെ ഫ്രീ ഹാൻഡ് അത്ര നന്നായി വരയ്ക്കാനൊന്നും അറിയില്ല. പിക്ചർ ട്രേസ് ചെയ്തു. ട്രേസ് ചെയ്തിട്ട് കളർ ചെയ്തു. മിസ്സേ ഇങ്ങനെ ഇത് കളിക്കുടുക്കയിലൊക്കെ ഉണ്ട് മിസ്സേ. കളിക്കുടുക്കയിലൊക്കെ ഇങ്ങനെ വെട്ടിയെടുക്കാനുള്ളത് അങ്ങനത്തെയാണോ ഉദ്ദേശിച്ചത്? അതെ അതെ അതെ. അത് പക്ഷെ നമ്മൾ ഏത് സ്റ്റോറിയാണോ പറയുന്നത് അതിലെ ക്യാരക്ടേഴ്സ് ആയിരിക്കണം നമ്മുടെ മാസ്ക്. അപ്പൊ നമ്മളിപ്പോ വർക്ക് ചെയ്യാനൊക്കെ തുടങ്ങുമ്പോ ഒരു സ്റ്റോറി ഒന്നും ആയിരിക്കില്ല കുട്ടികളോട് പറയണേ, കുറെ സ്റ്റോറി പറയില്ല. അപ്പൊ നമ്മുടെ കയ്യിൽ കുറെ ഉണ്ടാവേണ്ടി വരും. ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ നിങ്ങൾ പ്ലാൻ ചെയ്ത് 1-2 സ്റ്റോറി സെലക്ട് ചെയ്ത് ആ സ്റ്റോറിയുടെ ക്യാരക്ടേഴ്സിനനുസരിച്ച് ചെയ്ത് പിന്നെ ഈസി ആയിട്ട് മാസ്ക് ഉണ്ടാക്കാനായിട്ട്. സാധാരണ വരയ്ക്കാൻ ഇത്തിരി പാടായിരിക്കും എല്ലാവർക്കും. ചിലപ്പോൾ ചിലർക്ക് നന്നായി അറിയാം. എനിക്ക് ഇച്ചിരി പ്രശ്നമാണ്, എന്റെ ലെഫ്റ്റും റൈറ്റും ശരിയാവില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മളിങ്ങനെ ഹാഫ് പോർഷൻ ഇങ്ങനെ വരയ്ക്കും. പേപ്പർ മടക്കി വെച്ചിട്ട് ഹാഫ് പോർഷൻ വരയ്ക്കുക. നിവർത്തുമ്പോ നമുക്ക് കറക്റ്റ് സിമെട്രിക്കൽ ആയിട്ട് കിട്ടും. അങ്ങനത്തെ ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്ത് വരയ്ക്കുവാണെങ്കിൽ നന്നായിരിക്കും. ഇത് വരയ്ക്കാൻ വലിയ വിഷമം ഉണ്ടാവില്ലല്ലോ അല്ലെ. തല പോലെ എടുക്കുക, ചെവിയുടെ ഭാഗം പിന്നെ ഇങ്ങനെ വന്നിട്ട് ഷേപ്പ് ചെയ്യുക, അത് കട്ട് ചെയ്യുക. ട്രേസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് കോപ്പി എടുക്കുവോ അങ്ങനെ വല്ലതും ആണോ? ട്രേസ് ചെയ്ത് അങ്ങനെ അതാണെങ്കിൽ നമ്മൾക്ക് ഇപ്പൊ കുറച്ചുകൂടെ കോസ്റ്റ് ഒക്കെ ആവില്ലേ ഈ പ്രിന്റ് എടുത്ത്. അതാണ് ചോദിച്ചാൽ മാം ഇത് എങ്ങനെയാ ചെയ്തതെന്ന് അറിയാക്കണം. അത് ഞാൻ അന്ന് അങ്ങനെ പ്രിന്റ് എടുക്കുമായിരുന്നു. ഇത് ഞാൻ ചെയ്തത് ഇതുപോലെ ഇങ്ങനെ ഷേപ്പ് ഇങ്ങനെ പേപ്പർ ഇത് ട്രേസ് ചെയ്തൊന്നുമില്ല. കറക്റ്റ് ഇങ്ങനെ ആ നമുക്ക് കാണുമ്പോ ആ ഒരു ഷേപ്പ് അറിയാലോ. ഈ ഭാഗമൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്ത് കറക്റ്റ് ആക്കിയത് വരയ്ക്കുക, മടക്കിയിട്ട് പേപ്പർ എടുക്കുക. ഇതുപോലത്തെ പേപ്പർ ആയിരിക്കില്ല, ഒരു ഫുൾ ചാർട്ട് പേപ്പർ ആയിരിക്കും. ചാർട്ട് പേപ്പറിന്റെ ഒരു ചെറിയൊരു സ്ക്വയറോ എന്തെങ്കിലും കട്ട് ചെയ്തെടുത്തിട്ട് ആ ചാർട്ട് പേപ്പറിൽ നമ്മളിങ്ങനെ വരയ്ക്കുക, മടക്കി വെച്ചിട്ട് വരയ്ക്കുക. ചെവി ഇങ്ങനെ ആയിരിക്കും, അങ്ങനെ വെച്ച് വരച്ചിട്ട് അത് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ കണ്ണും ഇതുപോലെ കട്ട് ചെയ്ത് മടക്കിയിട്ട് കണ്ണിങ്ങനെ കട്ട് ചെയ്യും. നമുക്ക് നിവർത്തുമ്പോൾ നമുക്കത് ശരിക്കും സിമെട്രിക്കൽ ആയിട്ട് കിട്ടും. പിന്നെ ഇതൊക്കെ വരച്ചു വെക്കാം. ഇതൊക്കെ വരയ്ക്കാൻ നമുക്ക് അത്ര വിഷമം ഉണ്ടാവില്ല. മൂക്കൊക്കെ ഇങ്ങനെ വരയ്ക്കാം. ഞങ്ങളുടെ സമയത്ത് വരച്ചു പറഞ്ഞു കേട്ടോ. റാബിറ്റ് ഇവിടെ ശരിക്കും ചെവി നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. റാബിറ്റിന്റെ ഒക്കെ ചെവി ഇത്തിരി നീളത്തിലാണല്ലോ. ഞങ്ങളുടെ ടൈമില് ആംഗ്രി ബേർഡ്സ് ഭയങ്കര ഇതായിട്ടുള്ള സമയമായിരുന്നു. ആംഗ്രി ബേർഡ്സ് ചാർട്ട് പേപ്പർ വാങ്ങിയിട്ട് 2 മടക്കായിട്ട് ഒരു പോലെ ക്ലിയർ കാണാൻ പറ്റുന്നില്ലേ? ഇടയ്ക്കിടയ്ക്ക് നിന്ന് പോകുന്നു. മിസ് 1.5 മണിക്കൂർ ക്ലാസ് എടുത്തപ്പോൾ പ്രശ്നം ഉണ്ടായില്ല. നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ആയിരിക്കും, അറിയില്ല. ഇതുപോലെ കയ്യിൽ വെക്കുകയോ അല്ലെങ്കിൽ കുട്ടികളുടെ തലയിൽ ക്യാപ്പായിട്ട് ഇടുവോ അങ്ങനത്തെ ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെ സൈഡ് ഒട്ടിച്ചൊക്കെ പോയതാണ്. പിന്നെ കളർ പേപ്പറും ചാർട്ട് പേപ്പറും യൂസ് ചെയ്തിട്ട് നാക്ക്, ചെവി, കാല് എന്നുള്ള രീതിയിൽ കണ്ണൊക്കെ ഇങ്ങനെ വെച്ചു. തലയിലൊരു പൂ പോലത്തെ ഭാഗം ഇങ്ങനെയൊക്കെ ചെയ്യാം. ആംഗ്രി ബേർഡ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നില്ലേ പണ്ട്? പണ്ട് ഉണ്ടായിരുന്നു. ശരി ശരി. അന്നത് ഇപ്പോഴത്തെ ഇതനുസരിച്ച് നിങ്ങൾക്ക് അത് മാറ്റാട്ടോ. പിന്നെ നമുക്ക് ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് ബേർഡിനെ ഉണ്ടാക്കാലോ. ഇത് 2 സർക്കിൾ മതി ശരിക്കും. ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ? കളഞ്ഞിട്ട് കൊറേയൊക്കെ പോയി. അന്ന് അങ്ങ് വെച്ചു. കണ്ടപ്പോ ഒരു രസം തോന്നി കളയാൻ. കുറെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതല്ലേ. പല പ്രാവശ്യം എടുത്തിട്ടുണ്ട്. ഈ മോണ്ടിസോറി ട്രെയിനറായി വരുന്നതിന് മുമ്പ് അങ്ങനെ വരുന്നൊരു പ്രതീക്ഷയിലായിരുന്നല്ലോ. പല പ്രാവശ്യം ബിഗ് ഷോപ്പർ അങ്ങനെ എടുത്ത് കളയാൻ നോക്കി. പിന്നെ അങ്ങനെ തിരിച്ചു കിട്ടി. പല പ്രാവശ്യം ഞാൻ എടുത്തതാ. സ്ഥലം നിനക്കെടുത്തു ആണല്ലോ എന്ന് പറഞ്ഞിട്ട് ബിഗ് ഷോപ്പർ പൊടിഞ്ഞു പോയി. പിന്നെ ഞാൻ വേറെ ബാഗിലേക്ക് ആക്കി സൂക്ഷിച്ചു വെച്ചു. അപ്പോഴാണ് ക്ലാസ് എടുക്കാൻ തുടങ്ങിയത്. അപ്പൊ പിന്നെ അതങ്ങനെ കീപ്പ് ചെയ്തു. കുറെയൊക്കെ പോയി.
കുറേ ചാർട്ട് വർക്ക് ഉണ്ടായിരുന്നു. അതിന്റെ ഒന്നും പകുതി പോലും നിങ്ങൾക്ക് തരുന്നില്ല, കാരണം ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചത്. കുറേ വർക്കുകൾ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ളത് എടുത്ത് തന്നു എന്നുള്ളതാണ്. പിന്നെ ബർത്ത്ഡേ കാർഡ് ഉണ്ടാക്കുക, അതൊക്കെ ലിസ്റ്റ് ഇപ്പൊ നിങ്ങൾക്ക് അയച്ചു തരും. ഇപ്പൊ ക്ലാസ് റൂമിൽ വന്നിട്ടുണ്ടാവും കേട്ടോ. ലിസ്റ്റ് വന്നിട്ടുണ്ടോ മിസ്സേ ഗ്രൂപ്പില്? വന്നിട്ടുണ്ടല്ലേ? ആ, ഒരാളൊന്ന് വായിക്കാമോ ലിസ്റ്റ്? സിമ്പിൾ കാര്യങ്ങളാ, വേറെ ഒന്നുമില്ല അതില്. പോയ സാധനം കുറെ ഇതായിരുന്നു. ബീഡ്സ് യൂസ് ചെയ്തിട്ട് സ്ട്രിങ് ഉണ്ടാക്കി കുട്ടികൾക്ക് കൗണ്ടിങ്ങിന് വേണ്ടിയിട്ട്. അപ്പൊ എനിക്ക് ആകെ 2 കളറേ കിട്ടിയുള്ളൂ, ഗോൾഡൻ കളറും. വായിക്കണോ മിസ്സേ? എന്തോ? വായിക്കണോ? ആ, വായിക്കൂ വായിക്കൂ. ഒന്നാമത്തത് സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ്. 2 വേർഡ് റീഡിംഗ് കാർഡ്സ്. 3-മത്തത് പിക്ചർ റീഡിംഗ് കാർഡ്. 4-മത്തത് കളർ കാർഡ്. 5 കളർ ടേബിൾസ്. 6-മത്തത് റെപ്ലിക്ക ഓഫ് പിങ്ക് ടവർ. 7-മത്തത് ബീഡ്സ് സ്ട്രിങ് നമ്പേഴ്സ് 1 to 10. 8-മത്തത് മാസ്ക് ഓഫ് യുവർ ചോയ്സ്. 9 ഡോൾ മേക്കിംഗ് യൂസിങ് സ്പോഞ്ച്. 10 സ്നേക്ക് മേക്കിംഗ് യൂസിങ് ഓൾഡ് സോക്സ്. 11-മത്തത് എനി ക്രാഫ്റ്റ് ഐറ്റംസ് ഓഫ് ചോയ്സ്. 12 ബസ്റ്റ് ഔട്ട് ഓഫ് വേസ്. 13 നമ്പർ വീല്. 14 പിക്ചർ വീല്. 15 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആൽഫബറ്റ് ചാർട്ട്. 18 നമ്പർ ചാർട്ട്. 19 ഡ്രസ്സിംഗ് ഫ്രെയിം മിനിമം 5. 20 കാർഡ്. 21 സമയം പോലെ നിങ്ങളത് ക്ലാസ് കഴിയുമ്പോൾ നോക്കി എല്ലാം മനസ്സിലാക്കുക. അതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിക്കും. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രയാങ്കിൾസ് നമുക്ക് ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാം. പഴയ കാർഡ്ബോർഡ് പീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ മുകളിൽ നല്ല വൈബ്രന്റ് ആയിട്ടുള്ള കളേഴ്സ് ഒട്ടിച്ച് ചെയ്യാം. നമുക്കറിയാം പല ടൈപ്പ് ട്രയാങ്കിൾസ് ഉണ്ട്. ഐസോസിലസ് ട്രയാങ്കിൾ, ഇക്വലാറ്ററൽ ട്രയാങ്കിൾ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, അക്യൂട്ട് ആംഗിൾ ട്രയാങ്കിൾ എന്നൊക്കെ പറഞ്ഞിട്ട് സ്കേലിയൻ ട്രയാങ്കിൾ. അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രയാങ്കിൾസ് നമ്മുടെ കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പഠിക്കാനുണ്ടാവും. അതിനനുസരിച്ച് വരച്ച് അവർ തരും. അപ്പൊ അത് കാർഡ്ബോർഡിലേക്ക് വരച്ചിട്ട് കാർഡ്ബോർഡ് ആ സൈസിൽ കട്ട് ചെയ്ത് അതിന്റെ മുകളിൽ കളർ പേപ്പർ വെച്ച് ഒട്ടിച്ചാൽ മതി. കൺസ്ട്രക്റ്റീവ് ട്രയാങ്കിൾസ് കിട്ടും. പിന്നെ അതില് ബീഡ് സ്ട്രിങ് കാണാം, സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ്, പിന്നെ വേർഡ് റീഡിംഗ് കാർഡ്, പിക്ചർ റീഡിംഗ് കാർഡ്, പിന്നെന്താ കളർ കാർഡ്, കളർ ടാബ്ലറ്റ്സ് ഉണ്ട്. അത് എനിക്ക് തോന്നുന്നു അപർണ മിസ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാകാം, അല്ലെങ്കിൽ പറഞ്ഞു തരും. നമുക്കത് മോണ്ടിസോറി ഡിസൈൻ ചെയ്തൊരു മെറ്റീരിയൽ ആണ് കളർ ടാബ്ലറ്റ്സ്. അങ്ങനെ ചെറിയ ചെറിയ റെക്ടാംഗിൾ പീസ് പോലെ നമുക്ക് കളർ ചെയ്യാം. അത് സെക്കൻഡറി ടാബ്ലറ്റ് മാത്രം ഉണ്ടാക്കിയാൽ മതിയാകും. കാരണം പ്രൈമറി ടാബ്ലറ്റ് നമുക്ക് 3 ടൈപ്പ് കളർ ടാബ്ലറ്റ്സ് ആണുള്ളത്. പ്രൈമറി കളർ ടാബ്ലറ്റ്സ് അതിൽ 3 കളേഴ്സ് ആണുള്ളത്. സെക്കൻഡറി കളർ ടാബ്ലറ്റ്സിൽ 11 കളേഴ്സ് ഉണ്ട്. ഈ 11 കളേഴ്സിലെ 3 കളർ ഓൾറെഡി പ്രൈമറിയിലുള്ളതാണ്. യെല്ലോ, റെഡ്, ബ്ലൂ ആണ് ഞാൻ എൻ്റെ ഓർമ്മ. പിന്നെ ടേർഷറി കളർ ടാബ്ലറ്റ്സ് ആണ്, അത് കളർ ഷെയ്ഡിങ് ആണ്. 9 ഡിഫറെന്റ് കളറിന്റെ 7 ഷെയ്ഡ്സ്. അതായത് ഇപ്പോ റെഡ് ആണെങ്കിൽ റെഡിന്റെ 7 ഷെയ്ഡ്, ലൈറ്റ് റെഡ് തുടങ്ങി ഡാർക്ക് റെഡ് വരെ. ഗ്രീൻ ആണെങ്കിൽ ലൈറ്റ് ഗ്രീൻ തുടങ്ങി. അങ്ങനെ 9 കളറിന്റെ ഓരോന്നിനും 7 ഷെയ്ഡ്സ്. അപ്പൊ 63 ടാബ്ലറ്റ്സ് ഉണ്ടാവും. നിങ്ങൾ സെക്കൻഡറി കളർ ടാബ്ലറ്റിന്റെ ബോക്സ് മാത്രം ഉണ്ടാക്കിയാൽ മതി. അപ്പൊ അതെങ്ങനെ ചെയ്യുന്നൊക്കെയുള്ള ഐഡിയ മിസ് പറഞ്ഞുതരും. പിന്നെ പിങ്ക് ടവറിന്റെ റിപ്ലിക്ക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം പിങ്ക് ടവർ നമ്മൾ ഒറിജിനലി ഉണ്ടാക്കുന്നത് വുഡ് കൊണ്ടാണ്. നമുക്കിപ്പോ അത് പറ്റാത്തതുകൊണ്ട് നമ്മൾ ചാർട്ട് പേപ്പർ വെച്ചിട്ട് പിങ്ക് ടവർ ചെയ്യും. അതിന്റെ ഡീറ്റെയിൽസും അപർണ മിസ് പറഞ്ഞുതരും. ഓക്കെ, ഇനി ബീഡ് സ്ട്രിങ് 1 തുടങ്ങി 10 വരെയും കൗണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ബീഡ് സ്ട്രിങ്സ് ഉണ്ടാക്കുക. ബീഡ് സ്ട്രിങ് ഉണ്ടാക്കിയോ? അത് ചെയ്തായിരുന്നു. ഉണ്ടാക്കി. അപ്പൊ നിങ്ങൾ ആ ലിസ്റ്റിൽ ഏകദേശം കുറെയൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലേ? പിന്നെ മാസ്ക് ഓഫ് യുവർ ചോയ്സ് എന്ന് പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല, നിങ്ങൾ ഏത് സ്റ്റോറിയാണോ സെലക്ട് ചെയ്യുന്നത് അതിന്റെ ക്യാരക്ടേഴ്സിനനുസരിച്ചുള്ള മാസ്ക്. പിന്നെ അതിൽ മനസ്സിലാകാത്ത ഏതെങ്കിലും ഉണ്ടോ? പിങ്ക് ടവറിന്റെ റെപ്ലിക്ക ചെയ്തിട്ടുണ്ടോ മാം? ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ട് അല്ല മാമിന്റെ കയ്യിലുണ്ടോ?
കാണിക്കാൻ എന്റെ കയ്യിൽ അത് പോയി. അത് ചാർട്ട് പേപ്പറിലായിരുന്നു ചെയ്തത്. അത് കംപ്ലീറ്റ് പോയത്. ഓക്കെ. ഞാൻ പിന്നെ ട്രൈ ഒന്നും ചെയ്തില്ല. ഇനി ഏതെങ്കിലും ഉണ്ടോ? അതിൽ എന്തെങ്കിലും ഡൗട്ട്സ് തോന്നുന്നുണ്ടോ? ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റ്. നമുക്ക് വീട്ടില് വേണ്ടാന്ന് വെച്ച് പോകുന്ന സാധനങ്ങളിൽ നിന്ന് ഫ്ലവർ ഉണ്ടാക്കുക, പഴയ ബോട്ടിൽ വെച്ചിട്ട് ബോട്ടിൽ ആർട്ട് ചെയ്യാം, ഫ്ലവർ വേസ്റ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റ് എന്തെങ്കിലും ഒരു ക്രാഫ്റ്റ്. പിന്നെ എന്താ പറഞ്ഞിരിക്കണേ? ഏകദേശം കുറച്ചൊക്കെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞു. പിന്നെ എന്തെങ്കിലും സ്നേക്ക് മേക്കിംഗ് യൂസിങ് ഓൾഡ് സോപ്സ്. വീട്ടില് കുട്ടികളുടെ സ്കൂളൊക്കെ കഴിയുമ്പോഴേക്കും പഴയ സോക്സ് ഒക്കെ ഉണ്ടാവുമായിരിക്കും. പ്രത്യേകിച്ച് അങ്ങനത്തെ ഏതെങ്കിലും ഒരു പഴയ സോക്സ് എടുക്കുക. സോക്സ് എടുത്തിട്ട് നമ്മളിങ്ങനെ കൈ എടുത്ത് ഇങ്ങനെ മടക്കുമ്പോ ഈ ഒരു ഭാഗത്തായിട്ട് ഈ ഗൂഗിളി ഐസ് വാങ്ങാൻ കിട്ടില്ലേ, കണ്ണ്, ആ കണ്ണ് നിങ്ങൾ ഒട്ടിച്ചു വെക്കുക വാങ്ങിച്ച്. ചെറിയ വിലയും കാണ്ടേ ഉള്ളൂ അതിന്. എന്നിട്ട് ഈ ഒരു ഭാഗത്ത് ഞാനിപ്പോ സാറ്റിൻ റിബണാ യൂസ് ചെയ്തേക്കണേ. അത് ഞാൻ സ്റ്റേപ്ലർ ചെയ്ത് വെച്ചേക്കുക. അപ്പൊ ഇങ്ങനെ നമ്മളിങ്ങനെ സ്നേക്കിനെ ഇങ്ങനെ അനക്കുമ്പോ നാക്ക് പോലെ അതിന്റെ വരില്ലേ. അപ്പൊ കറക്റ്റ് അതിന്റെ പൊസിഷനൊക്കെ നോക്കി അതൊക്കെ ഒന്ന് ഫിക്സ് ചെയ്യാം കേട്ടോ. വേറൊരു റെഡ് സോക്സും കൂടെ എനിക്കുണ്ടായിരുന്നു, അത് കാണുന്നില്ല. അപ്പൊ ഇത് ഇങ്ങനെ നമുക്കൊരു സ്നേക്ക് ആയിട്ട് ചെയ്യാം. കുട്ടികളെ കൊണ്ടും ചെയ്യിക്കാൻ എളുപ്പമല്ലേ, വലിയ ചെലവൊന്നുമില്ലല്ലോ. അങ്ങനെ ചെയ്യാം. ഇനി റെഡ് സോക്സ് കാണുന്നില്ല, അതിൽ ഞാൻ വേറൊരു രീതി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഞാനിപ്പോ കൈ ഇട്ടിങ്ങനെ ഇങ്ങനെ മടക്കുവാണല്ലോ. ഈ ഒരു ഭാഗത്ത് അകത്തായിട്ട് ഈ ഒരു ഷേപ്പില് ഇങ്ങനെ ഒരു ഫ്ലവറിന്റെ പെറ്റൽ പോലെ ഷേപ്പ് എടുത്തിട്ട് ഒരു കാർഡ്ബോർഡ് കട്ട് ചെയ്ത് സോക്സിനകത്തേക്ക് വെച്ച് ഹാൻഡ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ മടക്കുമ്പോ കറക്റ്റ് ആ കാർഡ്ബോർഡ് ഇങ്ങനെ മടക്കുമ്പോ സ്നേക്കിന്റെ എഫക്ട് കുറച്ചുകൂടി ഇതിനേക്കാൾ നന്നായിട്ട് കാണും. എന്റെ ഒരു റെഡ് സോക്സ് ഉണ്ടായിരുന്നു, ഇപ്പൊ കാണുന്നില്ല. കുറെ നേരം കൂടി ഞാൻ നോക്കി. അടുത്ത ക്ലാസ്സിൽ കാണുവാണെങ്കിൽ പറഞ്ഞാൽ മനസ്സിലായോ? നമ്മളിങ്ങനെ സോക്സ് ആദ്യം കയ്യിലിട്ടൊന്ന് നോക്കുക. ഈ ഒരു കൈ ഇപ്പൊ നമ്മുടെ ഓരോരുത്തരും കൈയുടെ വലിപ്പം ഉണ്ടാവുമല്ലോ. ഈ ഒരു അളവ് മനസ്സിലാക്കിയിട്ട് ഈ ഒരു ഷേപ്പിൽ ഒരു പെറ്റൽ പോലെ ഒരു കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുക്കുക. ഈ സോക്സിന്റെ അകത്തേക്ക് ആ കാർഡ്ബോർഡ് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് ഉള്ളിൽ വെച്ചിട്ട് ഹാൻഡ് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് നടുക്കുന്ന ഈ നാക്ക് കൊടുക്കുക. അപ്പൊ നമ്മൾ മടക്കുമ്പോ ഇതിപ്പോ തുണിയുടെ എഫക്റ്റാ. നമ്മൾ മടക്കുമ്പോൾ ആ കാർഡ്ബോർഡിന്റെ സ്റ്റിഫ്നെസ്സും കൂടി ഉണ്ടാകും. അപ്പൊ ശരിക്കും സ്നേക്ക് ചെയ്യുന്ന പോലെ തന്നെ ഇങ്ങനെ മടങ്ങും. നമ്മുടെ ഒരു ട്രെയിനിങ് 3rd ബാച്ചിലെ ആ കുട്ടി ഒരു സ്കൂളിൽ ഇന്റർവ്യൂവിന് പോയപ്പോ ചെയ്ത എല്ലാ മെറ്റീരിയൽസും ക്യാരി ചെയ്താ കൊണ്ടുപോയത്. അതും അതിന്റെ മോളും കൂടെ 2 ബിഗ് ഷോപ്പറിലായിട്ട് കൊണ്ടുപോയി അവിടെ പ്രസന്റ് ചെയ്തു. അപ്പൊ അവര് സ്നേക്ക് കണ്ടപ്പോ പറഞ്ഞു, ക്രിയേറ്റ് എ സ്റ്റോറി വിത്ത് എ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു. ആ സോക്സ് യൂസ് ചെയ്തിട്ട് ഒരു കഥ പറയാൻ പറഞ്ഞു. നിപ്പില് ചുമ്മാ ഒരു കഥയെന്ന് പറഞ്ഞു. അവർക്ക് കഥയുടെ കണ്ടന്റിനല്ല, ആ ഒരു പ്രോംപ്റ്റ് റെസ്പോൺസ് ആയിരുന്നു. കുട്ടി അവിടെ ജോലി ഇട്ടുകയും ചെയ്തു. അപ്പൊ അങ്ങനെ അതാണ്. അപ്പൊ അതുകൊണ്ട് ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ ബയോഡേറ്റയെക്കാളും ഇതൊക്കെ കൊണ്ടുപോകാൻ പറ്റുവാണെങ്കിൽ നന്നായിരിക്കും. നമ്മളുടെ ഈ കോഴ്സിനെ പറ്റി അറിയാവുന്നവർക്ക് അറിയാം, ആക്ടിവിറ്റി ഓറിയന്റഡ് ആണ്. ഇൻഡസ്ട്രിയിൽ മിസ് ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഞങ്ങൾ ചെയ്യുന്ന വർക്കൊക്കെ ഞങ്ങൾക്ക് കാണിച്ചിട്ട് തിരിച്ചു തന്നു വിടൂല്ലേ? റെക്കോർഡ് ആയാലും വർക്ക്സ് ഒക്കെ ആണെങ്കിലും ഞങ്ങൾക്ക് കൊണ്ടുവരാമല്ലോ. ഇറ്റ്സ് യുവേഴ്സ്. നമ്മളൊന്നും എടുക്കില്ല. എപ്പൊ കാണിക്കാനാ സ്റ്റെഫി ഉദ്ദേശിക്കുന്നേ? ഒക്കെ അവിടെ സബ്മിറ്റ് ചെയ്യണമല്ലോ, എക്സാമിന് ടൈമിലൊക്കെ കാണിക്കണമല്ലോ. ഇപ്പൊ ചെയ്ത ഓരോ വർക്കുകളും റെക്കോർഡും ഒക്കെ മിസ്സുമാരെ കാണിക്കണമല്ലോ. എന്നിട്ട് അതെല്ലാം തിരിച്ച് ഞങ്ങൾക്ക് തന്നു വിടുവോ ഇല്ലയോ എന്ന് അറിയാനാ ചോദിച്ചത്. നിങ്ങൾ നേരിട്ട് വരുമ്പോഴുള്ള കാര്യമാണോ പറയണേ? വൈവയുടെ സമയത്താണ് നമുക്ക് ഇതൊക്കെ കാണേണ്ടതുള്ളൂ. വൈവ നേരിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നവര് ഒരിക്കലും ഈ മെറ്റീരിയൽസ് ഒന്നും ക്യാരി ചെയ്ത് കൊണ്ടുവരണ്ട. പാടല്ലേ യാത്രയിൽ ഇതെല്ലാം പറക്കിക്കൊണ്ടുവരാൻ. നിങ്ങൾക്ക് സൈൻ വേണം, സീല് വേണം എന്നുള്ള ആഗ്രഹമുള്ള സാധനങ്ങൾ മാത്രം കൊണ്ടുവന്നാൽ മതി. അതായത് റെക്കോർഡും അസൈൻമെന്റും സർവേ റിപ്പോർട്ടും സർവേ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാത്രം കൊണ്ടുവന്നാൽ മതി. പ്രാക്ടിക്കൽ സമയത്ത് നേരിട്ട് വരുന്നവര് മാത്രം, അല്ലാത്തവർ ഇത് കൊണ്ടുവന്ന് സൈൻ കിട്ടി അങ്ങനെ നിർബന്ധമില്ല കേട്ടോ. കാരണം എല്ലാവർക്കും വരാൻ പറ്റണമെന്നില്ലല്ലോ. നിങ്ങൾക്ക് ഇതിന്റെ സൈനും സീലും വേണമെന്ന് ആഗ്രഹമുള്ളവർ മാത്രം അത് കൊണ്ടുവന്നാൽ മതി. അല്ലെങ്കിൽ നമ്മൾ ചോദിക്കുക പോലും ഇല്ല. പിന്നെ വൈവ സമയത്ത്, വൈവ ഓൺലൈൻ ആണ് ചെയ്യുന്നതെങ്കിൽ ആ സമയത്ത് നേരത്തെ തന്നെ ഈ ചെയ്ത മെറ്റീരിയൽ എല്ലാം എവിടെയാണോ നിങ്ങൾ ഇരുന്ന് വൈവ ചെയ്യുന്നത് ആ റൂമില് ടേബിളിലോ നിലത്തോ കട്ടിലോ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ട് നമ്മളെ കാണിക്കാൻ പാകത്തിന് അത് വെച്ചിട്ടുണ്ടായിരിക്കണം. അങ്ങനെയുള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്വയം ചെയ്തതാ, അപ്പൊ കോൺഫിഡന്റ് ആയിട്ട് പറയാൻ പറ്റണം. അല്ലാതെ അയ്യോ ഞാൻ മറന്നുപോയെന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് അത്രയും
വർക്ക് അതിൽ ചെയ്തിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാകും. നമ്മൾ എഫേർട്ട് എടുത്ത് ചെയ്ത കാര്യം നമ്മൾ ഒരിക്കലും മറക്കില്ലല്ലോ. റെക്കോർഡിൽ നിങ്ങൾ കുറെ റൈംസ് എഴുതി അല്ലെ, ഹെൽത്തി ഹാബിറ്റ്സ് ടൈപ്പ് റൈം കുട്ടികൾക്ക് പഠിപ്പിക്കുന്ന പോലെ ഒന്ന് ചെയ്യാൻ, ആക്ഷൻ സോങ്ങിലൂടെ ചെയ്യാൻ പറയുമ്പോൾ അയ്യോ മിസ് ഞാൻ മറന്നുപോയി എന്നുള്ളതല്ലോ. നമുക്കത് ചെയ്യാൻ പറ്റണം, കാരണം നമ്മൾ തന്നെ ചെയ്ത റൈമാണ്. നമ്മൾ ക്രിയേറ്റ് നല്ലൊരു മോറൽ വാല്യൂ വരുന്ന സ്റ്റോറി നിങ്ങൾ എഴുതിയതൊന്ന് ബ്രീഫ് ചെയ്യൂ. അയ്യോ ഞാൻ മറന്നുപോയി എന്നല്ലോ, നമ്മൾ എഴുതിയത് നമുക്ക് ഓർമ്മയുണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മൾ റെക്കോർഡിന്റെ ഒക്കെ കാര്യങ്ങൾ വാല്യൂ ചെയ്യുന്നത്. അല്ലാണ്ട് കൊണ്ടുവന്ന് സബ്മിറ്റ് ചെയ്യൊന്നും വേണ്ട കേട്ടോ. നേരിട്ട് വരുവാണെങ്കിൽ കയ്യിൽ ക്യാരി ചെയ്യാൻ പറ്റുന്ന മാത്രം എടുത്താൽ മതി. റെക്കോർഡും അസൈൻമെന്റും സർവേ റിപ്പോർട്ടും സൈൻ ചെയ്ത് തരാം, സീൽ ചെയ്ത് തരാം. ഓക്കെ, ഉണ്ടാക്കുന്നതിന്റെ ലിസ്റ്റ് അയച്ചിട്ട് ഇനിയിപ്പോ ലിസ്റ്റില് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയും, അതാണ് പറഞ്ഞത്. അതെ അതെ, ഇനി വീണ്ടും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. ആദ്യം ലിസ്റ്റ് ഓക്കെ അതാ നല്ലത്. ഒരു സംശയം കൂടെ, ഈ ബീഡ് സ്റ്റെയർ നമ്മള് പറഞ്ഞില്ലായിരുന്നോ? അപ്പൊ നമ്മളത് കാർഡ്ബോർഡിൽ ഇങ്ങനെ 1 to 10 വരെ ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അപ്പം അല്ലാതെ സിംഗിൾ ആയിട്ട് ഓരോ ഇങ്ങനെ സ്ട്രിങ് എടുത്തിട്ട് അതിലിങ്ങനെ ചെയ്യേണ്ടതായിട്ടുണ്ടോ? ഇങ്ങനെ സെപ്പറേറ്റ് ബീഡ് സ്ട്രിങ് ഉണ്ടാക്കണം. കാരണം എന്താന്ന് വെച്ചാല് ബീഡ് സ്റ്റെയർ അതിൽ നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചേക്കുവാണ് അല്ലെ. അതെ അതെ. അല്ലാതെ കുട്ടികളുടെ കയ്യിൽ നമുക്ക് ഒരെണ്ണം കൊടുത്ത് അവരെ കൊണ്ട് കൗണ്ട് ചെയ്യിക്കണം, അല്ലെങ്കിൽ 2+3 ആഡ് ചെയ്യിക്കണം. നമുക്കപ്പൊ സെപ്പറേറ്റ് 2ഉം സെപ്പറേറ്റ് 3ഉം വേണമല്ലോ. നിങ്ങൾക്ക് ഒറ്റ സെറ്റ് എങ്കിലും ഉണ്ടാക്കി വെക്കുക. ഒന്നിൽ കൂടുതൽ 2ഓ 3ഓ സെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് 3+3 ചെയ്യിക്കണമെങ്കിൽ 2 3 വേണമല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ഓരോ ക്ലാസ്സിന് അതായത് നിങ്ങൾക്ക് ഇപ്പോഴല്ല വർക്ക് ചെയ്യാൻ പോകുമ്പോഴോ ഒക്കെ ആക്ടിവിറ്റീസ് കൊടുക്കാൻ തോന്നുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇത് ഒരു സെറ്റ് പോരാ, ഇതിൽ കൂടുതൽ വേണം. നമുക്ക് മോണ്ടിസോറി ആ ഒരു പാക്കറ്റിനകത്ത് ഒരു സ്ട്രിങ് തന്നെ 10 എണ്ണം ഉണ്ടാവും. 1ന്റെ ആണെങ്കിൽ 10 1, 3 ആണെങ്കിൽ 10 3, അങ്ങനെയാ വെച്ചിരിക്കണേ. മാം ഇതെല്ലാം ഫൈനലി എന്ന് ലാസ്റ്റ് ഡേറ്റ് മീൻസ് ഒരു ഡേറ്റ് പറയാവോ, അത് എന്ന് ഉണ്ടാക്കി കഴിയണ്ടേന്ന് ഡേറ്റ് പറഞ്ഞാൽ നമുക്ക് അതിനകത്ത്. തിയറി പോർഷൻ എവിടം വരെയായി? മാം എടുക്കുന്നത് മാമിന്റെ ഇതാണ്. ഏത് പാർട്ടാന്ന് പറഞ്ഞാൽ മതി. ഞാനായാലും മറ്റു ടീച്ചേഴ്സ് ആണെങ്കിൽ ഏത് പാർട്ട് എടുത്തോണ്ടിരിക്കണേ? 2 ആണോ? സെക്കൻഡ് പാർട്ട്. ഇവിടെ പാർട്ട് 3 സ്റ്റാർട്ട് ചെയ്ത് ഓൾമോസ്റ്റ് ഒരു 1/4 ഒക്കെ എത്തുമ്പോൾ, അതായത് ഒരു 3 യൂണിറ്റ്സ് 4 യൂണിറ്റ്സ് ഒക്കെ എത്തുമ്പോഴേക്കും തീർന്നു കഴിഞ്ഞാൽ നന്നായിരിക്കും. കാരണം പാർട്ട് 3 ഒന്ന് പകുതിയാകുമ്പോൾ അതിനകത്ത് മോണ്ടിസോറി, ഞാൻ എടുക്കാൻ പോകുന്നത് മോണ്ടിസോറി തിയറി മെത്തേഡ്സ് ആൻഡ് ആപ്ലിക്കേഷൻസിലെ തുടങ്ങുന്ന ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ് ആയിരിക്കും അതെടുക്കുക. അപ്പൊ അതെടുത്തങ്ങ് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് തീരുവാണെങ്കിൽ കറക്റ്റ് ടൈമിൽ തന്നെ ടീച്ചിങ് പ്രാക്ടീസിനും പോകാം, ഈ മെറ്റീരിയൽസും കൊണ്ടുപോകാം. ടീച്ചിങ് പ്രാക്ടീസിന് പോകും. അപ്പൊ നമുക്ക് മെത്തേഡും ഇതിന്റെ തിയറിയും നമ്മൾ പഠിച്ചു, അത് പ്രാക്ടിക്കലി ചെയ്യാനുള്ള മെറ്റീരിയൽസ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. മനസ്സിലായോ? അപ്പൊ നമുക്കത് യൂസ്ഫുൾ ആവും. അതിനനുസരിച്ച് പ്ലാൻ ചെയ്യാം. പാർട്ട് 3 ഏകദേശം ഒരു പകുതിയൊക്കെ ആകുമ്പോഴേക്കും ഈ മെറ്റീരിയൽസ് എല്ലാം കംപ്ലീറ്റ് ആക്കാം. സ്കൂളിൽ പോകുമ്പോൾ കുട്ടികളെ കാണിക്കുകയും ചെയ്യാം, അവരെ കൊണ്ട് ചെയ്യിക്കാം. പിന്നെ അതുപോലെ തന്നെ പാർട്ട് 3 അങ്ങ് കഴിയുമ്പോഴേക്കും, പാർട്ട് 3 ഓൾമോസ്റ്റ് പകുതിയിൽ കൂടുതലാവുമ്പോൾ നമ്മൾ പ്രാക്ടിക്കൽ സെഷൻ ഓൺലൈൻ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഓൺലൈൻ കഴിയുമ്പോൾ നേരിട്ട് വന്ന് ചെയ്യാനുള്ള ആ ഒരു ഡേ വരും. അത് കഴിയുമ്പോഴേക്കും വൈവ തുടങ്ങും. പ്രാക്ടിക്കൽസ് കഴിയുമ്പോൾ വൈവ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ പ്ലാൻ ചെയ്തിരുന്നോളൂ. അപ്പൊ വൈവ ടൈമിൽ നമ്മുടെ ഈ മെറ്റീരിയൽസ് എല്ലാം കംപ്ലീറ്റ് ആയിരിക്കണം, നമ്മുടെ റെക്കോർഡ്സ് കംപ്ലീറ്റ് ആയിരിക്കണം, അസൈൻമെന്റ്സ് കംപ്ലീറ്റ് ആയിരിക്കണം, സർവേ കംപ്ലീറ്റ് ആയിരിക്കണം. വൈവ എന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എക്സാമിനെ കുറിച്ച് മാത്രം ആലോചിച്ചാൽ പോരെ. പ്രാക്ടിക്കലും പാർട്ട് 3യും, അതായത് മോഡ്യൂൾ 3 ആണ് പ്രാക്ടിക്കല്. പാർട്ട് 3യിലെ പോർഷൻസ് അത് തിയറിയാണ്. തിയറി എടുക്കുമ്പോൾ മോഡ്യൂൾ 3 ഞാൻ പാരലായിട്ട് ബ്രീഫ് ചെയ്യും. എന്നിട്ട് അതിന്റെ ഒപ്പം തന്നെ ഡെമോ ക്ലാസ്സും തരും പ്രാക്ടിക്കലിന്. പിന്നെ കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു സാറ്റർഡേ നേരിട്ട് ക്ലാസ്സും വെക്കും. ക്ലിയർ ആയോ? അപ്പോഴേക്കും നമ്മളുടെ ഈ വർക്കെല്ലാം കംപ്ലീറ്റ് ആയിട്ടുള്ള സാധാരണ പരീക്ഷ എഴുതാം. യെസ് പറഞ്ഞു. മാം പാർട്ട് 1 ഏകദേശം കഴിയാറായിട്ടുണ്ട്. അപ്പൊ അടുത്ത മാസം എക്സാം ഉണ്ടാവും. പാർട്ട് 1 ആണോ പാർട്ട് 2 ആണോ കഴിയാറായിരിക്കുന്നത്? മൊഡ്യൂൾ 1 പാർട്ട് 1 തീർന്നില്ലേ? പാർട്ട് 1 തീർന്നു. പാർട്ട് 2 ആണ് നടക്കുന്നത്. പാർട്ട് 2 കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് എക്സാം ആയിരിക്കും. ഇപ്പൊ ഈ കഴിഞ്ഞ സാറ്റർഡേ 16 ബാച്ചിന്റെ ടേം 1 എക്സാമിനേഷൻ കഴിഞ്ഞേ ഉള്ളൂ. അപ്പൊ ഇനി 17ന്റെ ടേം 2 വരണം, നിങ്ങളുടെ വരണം.
അപ്പൊ മോസ്റ്റ് പ്രോബബ്ലി ഏപ്രിലിൽ പ്രതീക്ഷിക്കാം. ഞാനിപ്പോ ഏത് ചാപ്റ്റർ എടുത്തോണ്ടിരിക്കണേ? മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ. മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ. അതില് നമ്മൾ സൈക്കോളജിക്കൽ എടുക്കണം. ഫസ്റ്റ്. PFA കഴിയുമ്പോൾ ഞാൻ അത് എടുത്ത് കഴിയുമ്പോൾ പാർട്ട് 1 കംപ്ലീറ്റ് ആവും അല്ലേ? ബാക്കി ടീച്ചേഴ്സ് പാർട്ട് 2 അല്ലേ എടുക്കുന്നേ? അതെ മാം. അതെ മാം. ഓക്കെ, സോ ഇനിയിപ്പോ ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ മാം? ഈ എടുത്ത എല്ലാ ചാപ്റ്റേഴ്സ് ഉണ്ടാവും എക്സാം? എല്ലാം ഉണ്ടാവും എക്സാമിന്? ടേം 1 എക്സാമിനേഷന് പാർട്ട് 1ഉം പാർട്ട് 2ലെയും ചാപ്റ്റേഴ്സ് ആയിരിക്കും. പിന്നെ അതുവരെ ആ ടൈം വരെ നിങ്ങളെ ഇംഗ്ലീഷിൽ എന്ത് പഠിപ്പിച്ചോ അത് റിലേറ്റഡ് ക്വസ്റ്റ്യൻസും. അപ്പൊ 50 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ടേം 1 എക്സാമിനേഷന് വരുന്നത്. അതിൽ 40 ക്വസ്റ്റ്യൻ ആയിരിക്കും പാർട്ട് 1 ആൻഡ് പാർട്ട് 2ൽ നിന്ന് വരുന്നത്. ബാക്കി 10 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇംഗ്ലീഷ്. ഒരു ആൻസറിന് 2 മാർക്കാണ്. അപ്പൊ 100 മാർക്സിലാണ്. 1 മണിക്കൂറാണ് ടൈം. ഈ മാർക്ക് നമുക്ക് മെയിൻ മാർക്കായിട്ട് ആഡ് ചെയ്യോ? എങ്ങനെയാണത്? ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. ഇത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾക്ക് ഒരു മോഡൽ എക്സാം, ഒരു പ്രാക്ടീസ് പോലെയാണ് ടേം 1ഉം ടേം 2. മെയിൻ എക്സാം സബ്ജക്ട് വൈസ് ആണല്ലോ. അപ്പൊ മെയിൻ എക്സാമിന്റെ മാർക്ക് മാത്രമേ ഇവാലുവേറ്റ് ചെയ്യുള്ളൂ അല്ലേ? അതെ, പക്ഷെ മെയിൻ എക്സാം ടെൻഷൻ ഇല്ലാണ്ട് എഴുതണമെങ്കിൽ ടേം 1ഉം ടേം 2ഉം എഴുതണം. എക്സാമിന്റെ പാറ്റേൺ, പിന്നെ അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ എല്ലാം മനസ്സിലാകണമെങ്കിൽ ടേം 1ഉം ടേം 2ഉം കഴിഞ്ഞാൽ നമ്മളൊക്കെ കോൺഫിഡന്റ് ആവും. ആ ഒരു പാറ്റേണിൽ തന്നെയായിരിക്കും മെയിൻ എക്സാം. ടേം 1 എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ് അല്ലേ? ഒരു ഒറ്റ എക്സാമേ കാണത്തുള്ളൂ, എല്ലാം കൂടി ഒറ്റ എക്സാം. ഓക്കെ, ഔട്ട് ഓഫ് 100. അതുപോലെ തന്നെ ടേം 2 പാർട്ട് 3ഉം പാർട്ട് 4ഉം ബാക്കി ഇംഗ്ലീഷും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ മാം, ഡിപ്ലോമ കഴിഞ്ഞിട്ട് PGക്ക് ജോയിൻ ചെയ്തവർക്ക് എപ്പോഴായിരിക്കും ക്ലാസ് സ്റ്റാർട്ട് ആവുക? നമുക്ക് ഡിപ്ലോമയുടെ ക്ലാസ് ഓൾമോസ്റ്റ് എൻഡ് ആകുന്നതിന് മുമ്പ് തന്നെ പാരലൽ ആയിട്ട് വേറൊരു ടൈമിൽ PG സ്റ്റാർട്ട് ചെയ്യും. മനസ്സിലായോ? നിങ്ങളുടെ ഡിപ്ലോമ ആ ഒരു കോമൺ സബ്ജക്റ്റിന്റെ ടൈമിനെ ഡിസ്റ്റർബ് ചെയ്യാത്ത വേറൊരു ടൈം പാരലായിട്ട്. ഇപ്പൊ നിങ്ങൾക്ക് 11:30 തുടങ്ങി 12:30 വരെ അല്ലേ? ചിലപ്പോൾ ക്ലാസ് 2:30 തുടങ്ങി 3:30 വരെ ആയിരിക്കും PGയുടെ ക്ലാസ്. അപ്പോ 2 ക്ലാസ് കാണുമല്ലേ 1 ഡേ? അതെ, അതിപ്പോഴല്ല, ഒരു പാർട്ട് 3 എല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്യും. അത് ചിലപ്പോൾ കമ്പൈൻ ക്ലാസ് ആയിരിക്കും. ചിലപ്പോൾ 15ഉം 16ഉം അങ്ങനെ 17ഉം 18ഉം ഒരുമിച്ച് ആ ഒരു രീതിയിലായിരിക്കും പോവുക. ഡിപ്പെൻഡ്സ് ആ ബാച്ചുകളുടെ പോർഷൻസ് എവിടെയായിരിക്കും നോക്കിയിട്ട് കമ്പൈൻ ക്ലാസ് ആയിരിക്കും. മാം, അപ്പൊ PGയിൽ ഇതുപോലെ ആക്ടിവിറ്റീസും റെക്കോർഡൊക്കെ ഉണ്ടോ? PGയിൽ ആക്ടിവിറ്റീസ് കുറവാണ്. കാരണം PGയിൽ നമ്മൾ കുറച്ച് എഡ്യൂക്കേഷൻ, അഡ്മിനിസ്ട്രേഷൻ, മാനേജ്മെന്റ്, പിന്നെ പാർട്ട്ണർഷിപ്പ് അങ്ങനെയുള്ള കുറച്ച് തിയറി കാര്യങ്ങൾ വരുന്നത്. പക്ഷെ അവിടെ നമുക്കൊരു സെമിനാർ പ്രസന്റ് ചെയ്യേണ്ടതുണ്ട്. ആ ടോപ്പിക്കിൽ നിന്ന് ഏതെങ്കിലും നല്ലൊരു ടോപ്പിക് സെലക്ട് ചെയ്ത് നല്ലപോലെ പ്രിപ്പയർ ചെയ്ത് ക്ലാസ്സിൽ നിങ്ങൾക്ക് സെമിനാർ എടുക്കാം. 10 മിനിറ്റ്. റെക്കോർഡ് ക്ലാസ് കാണുന്നവർ അതോർത്ത് വിഷമിക്കേണ്ട. വൈവ ടൈമിൽ വരുമ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന സെമിനാർ 2 മിനിറ്റ്സിൽ ബ്രീഫ് ചെയ്യാം. ക്ലാസ്സിൽ എടുക്കാൻ പറ്റാത്തവര് വൈവ ടൈമിൽ അത് എടുത്തിരിക്കണം. കാരണം 100 മാർക്കാണ് സെമിനാർ. റിപ്പോർട്ട് എല്ലാം പ്രിപ്പയർ ചെയ്ത് വെക്കണം. നമ്മൾ ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ മാർക്ക് ലിസ്റ്റില് സെമിനാർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മാർക്ക് കാണും. എന്ത് സെമിനാറാണ് നിങ്ങൾ എടുത്തതെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് നമ്മുടെ റിപ്പോർട്ട് എടുത്ത് കൊടുക്കാൻ പറ്റണം. ആ രീതിയിൽ വളരെ സീരിയസ് ആയിട്ട് തന്നെ ആ സെമിനാർ എടുക്കണം. ക്ലാസ് റൂമിൽ എടുക്കാൻ പറ്റുന്നവര് ക്ലാസ് നടക്കുമ്പോൾ പറയാം, നെക്സ്റ്റ് ഡേ ഞാൻ പ്രിപ്പയർഡ് ആണ് സെമിനാർ എടുക്കുന്നത്, ടീച്ചേഴ്സ് എന്തായാലും പെർമിറ്റ് ചെയ്യും. അപ്പൊ അത് എടുത്തു പോവാം. മിസ് ഇടയ്ക്ക് ഒരു സർവേയുടെ കാര്യം പറഞ്ഞായിരുന്നല്ലോ. സർവേ നിങ്ങൾ സർവേ ചെയ്തിട്ടില്ല? ഇല്ല, എന്താണ്? ഇല്ല മിസ്, ചെയ്തിട്ടില്ല. ചൈൽഡ് ഡെവലപ്മെന്റ് എവിടെ വരെയായി? ഓക്കെ, ലെറ്റ് മീ ആസ്ക്, ചൈൽഡ് ഡെവലപ്മെന്റ് എവിടെ വരെയായി? പാർട്ട് 2ലെ
ആ ചൈൽഡ് ഡെവലപ്മെന്റ് കഴിയുമ്പോഴാണ് ഞാൻ ആ സർവേ തരുന്നത്, സർവേയുടെ ഡീറ്റെയിൽസ് തരുന്നത്. ലാംഗ്വേജ് ഡെവലപ്മെന്റ് നടക്കും. ലാംഗ്വേജ് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ അത് അഞ്ചാമത്തെ തന്നെ. അപ്പൊ ബാക്കിയെല്ലാം കഴിഞ്ഞോ? 1 2 3 4 5 കഴിഞ്ഞോ? 4 ഒക്കെ കഴിഞ്ഞോ? 4 എടുത്തിട്ടില്ല. 4 എടുത്തിട്ടില്ല. 4 എടുത്തിട്ടില്ല. അപ്പൊ അതെനിക്കുള്ള ചാപ്റ്ററാ. ഞാനായിരിക്കും കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എടുക്കുക. ഓക്കെ. അപ്പം ആ സമയത്ത് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എടുക്കുന്നതിന്റെ പാരലി തന്നെ സർവേ തരാം. കാരണം എന്ന് വെച്ചാല് കുട്ടികളെ എങ്ങനെ വളർത്തണം അതാണ് നമ്മുടെ ടോപ്പിക്. അതുകൊണ്ടാണ് ഞാൻ ചൈൽഡ് ഡെവലപ്മെന്റ് എവിടെ വരെ ആയെന്ന് ചോദിച്ചത്. ആ സമയത്താണ് സർവേ ഡീറ്റെയിൽസ് തരുന്നത്. അപ്പൊ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എടുക്കുമ്പോൾ ഞാൻ തരാം. അഥവാ ഞാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് റിമൈൻഡ് ചെയ്യിക്കണേ. പിന്നെ വേറെന്തോ ചോദിച്ചല്ലോ അതിനിടയ്ക്ക്? ഇതുണ്ടോ? ഇല്ലല്ലോ. സെമിനാറിന്റെ കാര്യം പറഞ്ഞല്ലോ, PG-യുടെ കാര്യം. ഓക്കെ, ഇനി നമുക്ക് ബാക്ക് ടു ക്ലാസ്. PFA അല്ലേ നമ്മൾ എടുത്തോണ്ടിരുന്നേ? അതെ മാം. എവിടെ വരെയായി? PFA എവിടെ വരെയായി? 7 ആക്ഷൻ പ്രിൻസിപ്പിൾസ്, 7 തീംസ് കഴിഞ്ഞ് പറഞ്ഞിരുന്നോ? വട്ടത്തിൽ 7 തീംസ് അത് പറഞ്ഞു. പിന്നെ ലോങ് ടേം റിക്കവറിക്ക് 3 ഹെൽപ്ഫുൾ ഫാക്ടേഴ്സ് അത് പറഞ്ഞോ? അത് പറഞ്ഞിട്ടില്ല. ഓക്കെ, 3 ഹെൽപ്ഫുൾ ഫാക്ടേഴ്സ് ഉണ്ട് ലോങ് ടേം റിക്കവറിക്ക്. നമുക്കറിയാം, നമ്മൾക്ക് എന്തെങ്കിലും അസുഖം വന്ന് ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോ ഫോളോ അപ്പ് ഉണ്ട് അല്ലെ? ഡോക്ടർ പറയും 1 ആഴ്ച കഴിഞ്ഞിട്ട് വരൂ, അങ്ങനെ കുറച്ച് കഴിഞ്ഞ് പറയും 10 ദിവസം കഴിഞ്ഞിട്ട് വരും, അല്ലെങ്കിൽ 1 മാസം കഴിഞ്ഞിട്ട് വന്നാൽ മതി, ഇനി വീട്ടിലിരുന്ന് കാര്യങ്ങൾ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കൊരു ഫോളോ അപ്പ് ഉണ്ടല്ലേ? അത് ലോങ് ടേം റിക്കവറിക്ക്. അപ്പൊ അതിക്ക് വെച്ച് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവും. അതുപോലെ തന്നെയാണ് മനസ്സിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാലും നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് പല സെറ്റിങ്സ് വേണ്ടി വരും. പിന്നെ ആ വ്യക്തിയെ അല്ലാതെ പേഴ്സണലി സപ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഇവിടെ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുമ്പോൾ അവരെപ്പോഴും സേഫ് കാമ്പ് ആ ഒരു മൊമെന്റിൽ അവർ ഓക്കെ ആയിരിക്കും. അവരൊറ്റയ്ക്കാകുമ്പോൾ അവർ വീണ്ടും പഴയതുപോലെ വീണ്ടും ഡൗൺ ആയി പോകാൻ ചാൻസ് ഉണ്ട്. എപ്പോഴും കണക്റ്റഡ് വിത്ത് അതേഴ്സ്, അവർ മറ്റുള്ളവരുമായിട്ട് അവർക്ക് വേണ്ടപ്പെട്ടവരായിട്ട് കണക്ട് ചെയ്യുക, അവർക്ക് ആവശ്യമുള്ള സപ്പോർട്ട് കൊടുക്കുക, അസിസ്റ്റ് ടു സപ്പോർട്ട്. ആ സപ്പോർട്ടിലേക്ക് അവരെ കണക്ട് ചെയ്യിക്കുക. പിന്നെ അവർ തന്നെ ചെയ്യുന്ന പല കാര്യങ്ങളും അവരിപ്പോ ഒഴിവാക്കിയിട്ടുണ്ടാവും, അവരെ കൊണ്ട് പറ്റില്ല എന്നുള്ള രീതിയിൽ ഇരിക്കുന്നുണ്ടാവും. അത് അവരെ കേപ്പബിൾ ആക്കുക, അവരുടെ കാര്യങ്ങളെങ്കിലും തന്നെ ചെയ്യാവുന്ന രീതിയിൽ കേപ്പബിൾ ആക്കുക. ചില അമ്മമാര് കുട്ടികളെ നോക്കാതിരിക്കുക, അങ്ങനത്തെ അവസ്ഥകളിലേക്കൊക്കെ കൂടെ കടന്നു പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ അവരെ അങ്ങനെ ഹെൽപ്പ് ചെയ്യാം. കറക്റ്റ് ഞാൻ ഈ പറഞ്ഞു പോകുന്ന പേജ് നമ്പർ ആരെങ്കിലും ആ ഒരു PDF നോക്കി പറഞ്ഞു കൊടുക്കുവാണെങ്കിൽ നന്നായിരിക്കും. ഞാൻ അത്യാവശ്യം വേണ്ടുന്ന PDF ഞാൻ ഒരെണ്ണം പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് അതിൽ നിന്നാണ് പറയുന്നത്, PDF നോക്കിയിട്ടല്ല പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മളത് പറഞ്ഞു. ലോങ് ടേം റിക്കവറിക്ക് എപ്പോഴും അവരെ സേഫ്, കാം ആ രീതിയിൽ അവരെ ഫീൽ ചെയ്യുക, അവർക്ക് വേണ്ടുന്ന സപ്പോർട്ടുമായിട്ട് അവരെ കണക്ട് ചെയ്യിക്കുക, അവരുടെ കാര്യങ്ങൾ തന്നെ ചെയ്യാനായിട്ട് അവരെ ഏബിൾ ആക്കുക. ഞാൻ വേറെ എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞതിന്റെ കാരണം ഞാൻ മെസ്സേജ് വന്നത് വായിച്ചു പിന്നെ വിട്ടുപോയി. ടീച്ചിങ് പ്രാക്ടീസ് മസ്റ്റ് ആണ്. നമ്മളിങ്ങനെ ഒരു വിർച്വൽ പ്ലാറ്റ്ഫോമിൽ ഓൺലൈൻ കോഴ്സ് ആയതുകൊണ്ട് നമ്മളത് കമ്പൽസറി ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഏതൊരു ടീച്ചിങ് ജോബിലും നമ്മളൊരു പ്രാക്ടീസ് ചെയ്യും. ത്രൂ എക്സ്പീരിയൻസസ് ആണ് നമ്മൾ പഠിക്കുന്നത്, ലേണിംഗ് വരുന്നത്. എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആണ് മോണ്ടിസോറി മെത്തേഡും ബിഎഡും എല്ലാം. അപ്പൊ നമ്മളത് എക്സ്പീരിയൻസ് ചെയ്താലാണ് നമുക്കത് മനസ്സിലാവുള്ളൂ അല്ലെ? ചില ഫ്രൂട്ട്സ് രുചിച്ച് നോക്കിയാലേ അതിന്റെ മധുരം അറിയുള്ളൂ എന്നൊക്കെ പറയുന്ന പോലെ. അതുകൊണ്ട് പറ്റുന്നവര് പോവുക, പറ്റില്ലെങ്കിൽ നോ ഇഷ്യൂ, പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് നീ സെപ്പറേറ്റ് വേറൊരു ടീച്ചിങ് പ്രാക്ടീസിന് പോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ നിങ്ങൾ ഈ മെത്തേഡ് ഒന്ന് അതിൽ അപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. എനിക്ക് പേടിയാണ് പോവാന്, അതാ ഞാൻ ചോദിച്ചത്. എന്തിനാ പേടിക്കണേ? ഞാനേ ഞങ്ങളുടെ ഇവിടെ ഒരു പ്രൈവറ്റ് സ്കൂളുണ്ട്. ഞാൻ കുറച്ച് വണ്ണമുള്ള ആളാട്ടോ. അപ്പൊ എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഞാനൊരു തവണ അവിടെ ഇങ്ങനെ ചോദിച്ചു,
ഒരു പ്രാവശ്യം ഞാൻ അവിടെ HM എടുത്തന്നെ എൻ്റെ ഹസ്ബൻഡ് കെട്ടിടത്തിന്റെ ഒക്കെ പണിക്ക് പോകുന്നയാളാണ്. അപ്പൊ പുള്ളി ഇങ്ങനെ അവിടെ പണിയുന്ന സമയത്ത് ഇങ്ങനെ ചോദിച്ചപ്പോ എന്നോട് ചെല്ലാനൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ അവര് അത്രയും കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ഒരു HM അവിടുത്തെ ഒരു ലേഡി ആയിരുന്നു. അപ്പൊ പുള്ളിക്കാരോട് ഇങ്ങനെ ഞാൻ അന്ന് ചെല്ലുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ഇന്നെടുത്താ പഠിക്കുന്നുണ്ട്, ഓൺലൈനായിട്ടാ പഠിക്കുന്നത്, ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം പുള്ളിക്കാരി പറഞ്ഞു അവർക്ക് അവിടെ യൂണിഫോമും കാര്യങ്ങളൊക്കെ ഉണ്ട്, യൂണിഫോം ഉണ്ട് ടീച്ചേഴ്സിന്. അപ്പം ഇങ്ങനെ നമുക്ക് അത്ര വെയിറ്റ് ഒക്കെ ഉള്ള ആൾ. അപ്പൊ പുള്ളിക്കാരി എന്നോട് ഇങ്ങനെ എൻ്റെ വണ്ണത്തിന്റെ കാര്യമൊക്കെയാ ചോദിക്കുന്നത്. ഞാൻ പഠിച്ച കോഴ്സിന്റെയോ അല്ലെങ്കിൽ എൻ്റെ ആ ഒരു രീതി അതൊന്നും അല്ല പുള്ളിക്കാരി ചോദിക്കുന്നത്. എങ്ങനെ തന്നെ തനിക്ക് വണ്ണം ഇങ്ങനെ ഉള്ളതാണോ? ഞാൻ പറഞ്ഞു കുട്ടികളെ പഠിപ്പിക്കാനൊക്കെ വരുമ്പം സ്കൂൾ അവിടെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ, അവിടെ അപ്പഴേ ഇറങ്ങുക. ഇല്ല, ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ടീച്ചറെ, എനിക്ക് ഇങ്ങനെ ഒരിടത്ത് പഠിപ്പിക്കാൻ കിട്ടാതിരിക്കുന്നത് തന്നെ നല്ലതെന്ന് പറഞ്ഞിട്ട് ഞാൻ പോന്നു. കാരണം എനിക്ക് അത്രയും ദേഷ്യമല്ല, എനിക്ക് സങ്കടം വന്നത്. കാരണം ഞാനിപ്പോ എനിക്ക് നല്ല വണ്ണമുണ്ട്, 120 above kg ഉണ്ട് ഞാൻ. കാരണം എനിക്ക് PCOD കണ്ടീഷൻ ഉള്ളതാണ്. ഇപ്പോൾ ട്രീറ്റ്മെന്റ് ചെയ്തോണ്ടിരിക്കുന്നത്. പക്ഷെ പെട്ടെന്ന് ബോഡിയിൽ കുറച്ച് PCOD കണ്ടീഷൻ കൂടുതലായതുകൊണ്ട് തന്നെ നമുക്ക് വെയിറ്റ് ലോസ് അങ്ങനെ ആവുന്നില്ല. മാക്സിമം കഷ്ടപ്പെടുന്ന മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞതോ ഞാൻ പഠിച്ചതോ ഞാൻ അത്യാവശ്യം നമ്മുടെ ഫസ്റ്റ് റെക്കോർഡൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ചെയ്ത കുറച്ച് വർക്കുകൾ ഞാൻ കൊണ്ടുപോയായിരുന്നു. അവരതൊന്നും കാണാൻ കൂട്ടാക്കിയില്ല. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമായി പോയി. പുള്ളിക്കാരി പറഞ്ഞു നമുക്ക് കോട്ടൊക്കെ അവിടെ പ്രൈവറ്റ് സ്കൂളാണല്ലോ, CBSE മോഡൽ സ്കൂളാണ്. അപ്പോൾ പഠിപ്പിക്കാൻ പറഞ്ഞു കുറച്ച് ദിവസത്തേക്ക് എനിക്ക് ട്രെയിനി ആയിട്ട് മതി, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് അറിയാനാണെന്നാ പറഞ്ഞു. പക്ഷെ പുള്ളിക്കാരി അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. പുള്ളിക്കാരി ഇങ്ങനെ എന്നെ അടിമുടി നോക്കുന്നു. ഞാൻ കൊണ്ടുപോയി ചെയ്ത വർക്കുകളെല്ലാം ഞാൻ അവരുടെ ടേബിളിൽ വെച്ചിട്ടും അവരെ ഒരു 1% കോൺസെൻട്രേഷൻ പോലും അവർ അങ്ങോട്ടേക്ക് കൊടുക്കുന്നേ ഇല്ല. അവരെന്നെയാണ് നോക്കുന്നത് ഫുള്ള്. അപ്പോൾ എനിക്ക് വെയിറ്റ് ഉള്ളത് മാത്രമല്ല, എനിക്ക് ഹെയർ ലോസ് ഒക്കെ ഉണ്ട്, മുടിയുടെ പ്രശ്നങ്ങളും, മുടിയൊന്നും ഒത്തിരി ഇല്ല, അങ്ങനെ മുഴുവൻ പൊഴിഞ്ഞു പോയൊക്കെ. അപ്പൊ പുള്ളിക്കാരി എന്നെയാണ് നോക്കുന്നത്, ഞാൻ എങ്ങനെ ഇരിക്കുന്നതെന്നുള്ളതാണ് നോക്കുന്നത്. ഞാൻ പറഞ്ഞു വേറെ ഒന്നും എനിക്ക് കുഴപ്പമില്ല കേട്ടോ ടീച്ചറെ, പക്ഷെ ഒരിക്കലും നിങ്ങൾ ഇത്രയും ഒരു വലിയ സ്കൂളിലെ HM ആയിട്ടിരിക്കുന്നിടത്ത് നിങ്ങൾ ഇങ്ങനെ ആവരുത് കേട്ടോ എന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് കണ്ണ് നിറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം ഞാൻ അത്രയും പ്രതീക്ഷയോടെ വന്ന ഒരാളാണ്. ഞാൻ ചെയ്ത വർക്കുകൾ ഒന്നിൽ പോലും ടീച്ചർക്ക് ഒരു സ്കൂളിലെ ഒരു കുട്ടീനെ പഠിപ്പിക്കുക അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരാളാന്ന് ടീച്ചറിന് തോന്നിയില്ലേന്ന് ഞാൻ ചോദിച്ചു. വണ്ണം ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു എനിക്ക് ഇന്ന കണ്ടീഷൻ ഉണ്ട്, അതുകൊണ്ടാണ്. നാളെ ചിലപ്പോൾ മെലിയുമായിരിക്കും, അല്ലെങ്കിൽ ഡെത്ത് വരെ ചിലപ്പോൾ ഞാൻ ഇങ്ങനെ ആയിരിക്കും, അറിയില്ല. പക്ഷെ എന്ന് കരുതി എനിക്കൊരു കുട്ടീനെ പഠിപ്പിക്കാൻ പാടില്ല എന്ന് ഇല്ല. ടീച്ചറെ എനിക്കൊരു 10 മിനിറ്റ് സമയം തന്നാൽ ഞാൻ ഒരു ക്ലാസ് എടുത്തുമെങ്കിലും ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല, ഒന്നുമില്ല. എന്നിട്ട് അവർ പറഞ്ഞു നോക്കാട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട മിസ്സേ, ഇനി കോടികൾ രൂപ ഇങ്ങോട്ട് തന്നിട്ട് താനിവിടെ പഠിപ്പിക്കാൻ വരാമോ എന്ന് ചോദിച്ചാലും നിങ്ങളുടെ സ്കൂളിൽ പഠിപ്പിക്കാൻ ഞാൻ വരുമോ ഇല്ല. എനിക്ക് അറിയുന്ന ആരെങ്കിലും അങ്ങനെ ഒരു ഓപ്ഷനായിട്ട് വരികയാണെങ്കിൽ ഒരിക്കലും ഞാൻ സ്കൂളിന്റെ പേര് സജസ്റ്റ് ചെയ്യുകയോ ഇല്ല എന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ കുട്ടീനെ ആയിക്കോട്ടെ, എനിക്ക് അറിയുന്ന ഒരാളുടെ കുട്ടികളെ പോലും ഇവിടെ പഠിപ്പിക്കാൻ വിടത്തില്ല എന്ന് ഞാൻ പറഞ്ഞു. അത്രയും വിഷമായി പോയി. കാരണം നമ്മളവിടെ കിട്ടുമെന്നുള്ള പ്രതീക്ഷ പോയതല്ല. നമ്മൾ ജസ്റ്റ് ചെല്ലുക, കാണാൻ, നമ്മളെ കാര്യം സംസാരിക്കാം. പക്ഷെ അവര് തിരിച്ചിങ്ങോട്ട് കാണിച്ച ആ ഒരു റെസ്പോൺസ് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമായി പോയി. എനിക്ക് ചേട്ടായി അടുത്ത് ഞാൻ പറഞ്ഞു ഇന്ന പോലെ ഇങ്ങനെയാന്ന് പറഞ്ഞപ്പോ പുള്ളി പറഞ്ഞു അത് കുഴപ്പമില്ല, എവിടെയെങ്കിലും കിട്ടും. പക്ഷെ അത് പിന്നെ എനിക്കൊരു പേടിയായി പോയി. ഇങ്ങനെ എവിടെ ചെന്നാലും ഇങ്ങനെ തന്നെയാണോ വരുന്നത്? ഒന്നാമത് ഞാൻ മെന്റലി നല്ല ഡൗണാ ഇങ്ങനെ ഉള്ളതുകൊണ്ടേ. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടി. ഇത് പഠിക്കാൻ കൂടുന്ന സമയത്തും എനിക്ക് കൊച്ചിലേ തൊട്ട് ഇഷ്ടമാണ് ടീച്ചറാവാൻ. ആ ഒരൊറ്റ ഇഷ്ടത്തിന്റെ പുറത്ത് ഞാൻ കൂടിയതാ. പക്ഷെ ഇപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞപ്പം എനിക്ക് വളരെ ഒരു ബുദ്ധിമുട്ടായി പോയി. എനിക്ക് ഇനി ചെല്ലുന്ന സ്ഥലത്തും ഇങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുമോന്നൊരു പേടി എനിക്ക്. അതാ ഞാൻ ചോദിച്ചത്, മസ്റ്റാണോ? ഇനി എവിടെയെങ്കിലും ഒരു ജോലിക്ക് കയറാനുള്ള ഭാഗ്യം ഇല്ലെങ്കിലും ഞാനൊരു ടീച്ചറാന്ന് പറയാൻ എനിക്ക് പറ്റൂലോ. എനിക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ട്, കിട്ടൂലോ. കമ്പൽസറി പറഞ്ഞിട്ടില്ല, പക്ഷെ നമുക്കത് ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ വ്യക്തമാകും, ക്ലിയർ ആകും. അറ്റ്ലീസ്റ്റ് ട്യൂഷൻ എടുത്താലും മതി, നമ്മുടെ സ്വന്തം കുട്ടിയെ ഒന്ന് പഠിപ്പിക്കുന്നതിന് അപ്ലൈ ചെയ്താലും മതി. പറ്റാത്തവരെ ട്യൂഷൻസ് എടുക്കുന്നവരെ അതില് മാറ്റങ്ങൾ വരുന്നുണ്ടല്ലോ. അപ്പൊ ആ മാറ്റം കാണുമ്പോൾ നമുക്കത് മനസ്സിലാവുമോ ഇതാണ് മെത്തേഡിന്റെ ഒരു ഇമ്പാക്ട് എന്നുള്ളത്. അതൊന്ന് നമുക്ക്
ക്ലിയർ ആവാനാണ് നമ്മൾ ടീച്ചിങ് പ്രാക്ടീസിന് പോകുന്നത്. നമ്മൾ പഠിച്ചത് നമ്മൾ എവിടെയെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കണമല്ലോ, അത്രേ ഉള്ളൂ. ടേക്ക് കെയർ മെഡിസിൻസ് ഒക്കെ തരച്ചപ്പോ ഗ്രാജുവലി നമുക്ക് ടൈം എടുക്കുമായിരിക്കും. കാരണം ഞാൻ ഇങ്ങനെ ഒരു ഡോക്ടർ പറഞ്ഞത് ഞാൻ കേട്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ ഒരു കണ്ടീഷൻസ് വരുമ്പോ അതൊരു കണ്ടീഷനാണ്, അതിന്റെ രോഗാവസ്ഥയല്ല, അതൊരു കണ്ടീഷൻ. അപ്പൊ ബോഡി അഡാപ്റ്റഡ് ആകണം. വെള്ളം കുടിച്ച് എന്ത് വെള്ളം ചിന്നു വെള്ളം എന്ത് എവിടെ ഓക്കെ ഇത് വന്നിട്ട് തുറന്നു ഇത്ര ഇതായിട്ട് ഇരിക്കണം. മ്യൂട്ട് ചെയ്യാൻ മറന്നെന്ന് തോന്നുന്നു. മ്യൂട്ട് ചെയ്യാൻ മറന്നേ ബേബി. ഇതെന്തോ അതിന്റെ ഉള്ളിൽ കയറിയിരിക്കുന്ന ചിന്നു എവിടെയെങ്കിലും ഇരിക്കട്ടെ. ലിപ്ഷിക്ക് പോരെ. അപ്പൊ അതിലെന്തായാലും അങ്ങനെ ഒരു ഡോക്ടർ എന്തായാലും ഞങ്ങള് അവിടുത്തെ ഒരു സിറ്റുവേഷൻ ഞങ്ങൾക്ക് മനസ്സിലായല്ലോ. എക്സാം കഴിഞ്ഞ് വന്നിട്ട് പെട്ടെന്ന് വന്ന് TV ഓൺ ചെയ്തിരിക്കുകയാണ്. അപ്പൊ എക്സാം കഴിഞ്ഞോ? ഇനി ഉണ്ടോ? ഉണ്ട്, എക്സാം ഉണ്ട്. ഇല്ല, ഇനി ഒരു എക്സാം കൂടി ഉണ്ട്. അതായിരിക്കും കുറെ സമയം ഇരിക്കാതെ നോക്കിയാൽ മതി, കുറച്ചു നേരമൊക്കെ ഇരുന്നോട്ടെ. ഇല്ല, ഞാൻ ക്ലാസ്സിലായതുകൊണ്ട് എനിക്ക് എന്താണ് എക്സാമിന് എന്താ നടന്നതെന്നുള്ള മനസ്സിലായില്ല. ഏത് ക്ലാസ്സിലാ? 8th ആണോ? നെക്സ്റ്റ് അക്കാദമിക് ഇയർ CBSE ആണെങ്കിൽ കേട്ടു 8th ഓൺവേർഡ്സ് ചിലപ്പോ മോഡൽ എക്സാം ചില സ്കൂളുകളിലുണ്ട്. 9th ബോർഡ് എക്സാം ആണ്. 9th ബോർഡ് എക്സാം ആണോ? അങ്ങനെ CBSE എന്റെ മോനിപ്പോ 10th-ലായി. 10th-ന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ. അതിര പറഞ്ഞ കേസിൽ ഞാൻ ഇങ്ങനെ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞത് അതൊരു കണ്ടീഷനാണ്. അത് ഓരോ ആളുകളിലും അത് കറക്റ്റ് ആവാനായിട്ട് സമയം ഡിപ്പെൻസ് വ്യക്തി അനുസരിച്ചാണ് പറയുന്നത്. അതായത് അങ്ങനെ ആ ഒരു കണ്ടീഷൻ ഇങ്ങനെ ഫോം ചെയ്ത് ഇത് കറക്റ്റ് ആവുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അങ്ങനെ തന്നെ മിസ്റ്റർ ഡോക്ടർ പറഞ്ഞു. ഞാൻ കോലഞ്ചേരിയിലാണ് കൺസൾട്ട് ചെയ്യുന്നത്. എൻഡോക്രൈനോളജിയുടെ ഹോർമോണിന്റെ ഡിപ്പാർട്ട്മെന്റാണ് കാണുന്നത്. ഹോർമോണിനകത്ത് ഒരുപാട് ചേഞ്ചസ് ഉണ്ട്. എനിക്ക് സ്ട്രെസ്സിന്റെ ഹോർമോണൊക്കെ എനിക്ക് ഭയങ്കര കൂടുതൽ, അതുകൊണ്ട് മൂഡ് സ്വിങ്സ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ കെട്ടിയും പയ്യെ കൊച്ചിനെയൊക്കെ എടുത്തോണ്ട് പയ്യെ പുറത്തേക്ക് ഇറങ്ങി പോകും. കാരണം എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അതിപ്പോ ദേഷ്യമാണെങ്കിലും സങ്കടമാണെങ്കിലും എന്താണെങ്കിലും നമുക്കുണ്ടാകുന്ന ഇമോഷൻസിനെ പെട്ടെന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. കരയാനൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ നിർത്തിയല്ല മിസ്സേ, ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. എന്താണെങ്കിലും അങ്ങനെ തന്നെയാ. ഇപ്പൊ അറിയില്ലായിരുന്നു, നേരത്തെ വണ്ണം ഉണ്ടായിരുന്നു, പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും കുട്ടിയിലൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇത്രയും ഇല്ലായിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടെന്നുള്ളത് നമുക്ക് അറിയത്തില്ലായിരുന്നു. പ്രഗ്നൻസിയുടെ സ്റ്റേജിലെ ഫസ്റ്റ് സ്കാനിങ്ങിന് ചെല്ലുമ്പോഴാണ് ഇങ്ങനെ PCOD ഉണ്ട് എന്ന് പറയുന്നത്. അത് പിന്നെ ഓരോ ഓവറിയിൽ മാത്രമായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മോനൊക്കെ ആയി കഴിഞ്ഞപ്പോൾ മോന് ഒരു 4 വയസ്സൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ബ്രസ്റ്റ് ഫീഡിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ചൊന്ന് നോക്കിയാൽ മതി, ചെക്കപ്പ് ഒക്കെ ചെയ്താൽ മതി എന്ന് പറഞ്ഞായിരുന്നേ. പിന്നെ ഞാൻ പോയത് കൊച്ചിന് 4 വയസ്സൊക്കെ ആവാറായപ്പോഴാണ് ജസ്റ്റ് ഒന്ന് പോയി നോക്കുന്നത്. വേറെ കുഴപ്പമൊന്നുമില്ല, ഷുഗറോ തൈറോയിഡോ പ്രഷർ അങ്ങനത്തെ സംഭവങ്ങളൊന്നും തന്നെ ഇല്ല, കൊളസ്ട്രോളോ ഒന്നുമില്ല. ആകെ ഉള്ള ഒരു കണ്ടീഷൻ PCOD മാത്രം. അപ്പം രണ്ടാമത്തെ പ്രാവശ്യം ചെന്നപ്പോൾ ഒരു ഓവറിയിലുണ്ടായിരുന്നത് ഞാൻ ഇരുത്തി 2 ഓവറിയിലും ആക്കി വെച്ചു. 2 ഓവറിയിലും ആവുകയും ചെയ്തു. അത് നമുക്ക് മാക്സിമം എത്രത്തോളം ആ ഒരു സിസ്റ്റ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവാമോ അത്രത്തോളം സിസ്റ്റ് ഫുൾ എൻ്റെ ബോഡിയിൽ ഓവറിയിലുണ്ട്. അതുകൊണ്ട് അത് പെട്ടെന്ന് മാറത്തില്ല. ഞാനിപ്പോൾ ഒരു 5-8 മാസത്തിന് മേളിലായി ട്രീറ്റ്മെന്റ്. ഇപ്പൊ തൽക്കാലം ഡോക്ടർ പറഞ്ഞതിന്റെ ബേസിൽ തന്നെ നിർത്തിയേക്കുവാ, മെഡിസിൻ നിർത്തിയേക്കുവാ. അപ്പൊ ഇനി നമ്മൾ ഫുഡൊക്കെ കഴിക്കുമ്പോൾ എന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടാവുന്നുണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ടായിട്ട്. മുടിയൊക്കെ മൊത്തം പോയി മിസ്സേ. അപ്പൊ എന്നെ കണ്ടു കഴിഞ്ഞിട്ടാണ് ഞാനാണോന്ന് പോലും അറിയില്ല, അതുപോലെ ഒരു കോലത്തിലായി പോയി. അതുകൊണ്ട് എനിക്കൊരു ടെൻഷനും സങ്കടവും ഒക്കെ ആയിരുന്നു. അതിനിടയ്ക്ക് അവിടെ ചെന്നപ്പോ ആ പുള്ളിക്കാരിയുടെ വായിരിക്കുന്നതെല്ലാം കേട്ടപ്പോ അത് അത്രയും അതുകൂടെ ആയപ്പോ മൊത്തം മൂടോടി. തിരിച്ചു കൊടുത്തത് ഞാൻ ആലോചിക്കുക, ഹസ്ബൻഡ് കുട്ടികളെ കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നു പറഞ്ഞല്ലോ, ആ അച്ഛൻ രക്ഷപ്പെട്ടു. അവരൊക്കെ എങ്ങനെ ഇരിക്കണേന്നുള്ളത്, ഇത്രയും ഇങ്ങനെ ബോഡി ഷെയിം ഒക്കെ ചെയ്യുന്ന ആ കുട്ടികളെയൊക്കെ അപ്പൊ അവർ ഏതൊരു രീതിയിലായിരിക്കും കാണുന്നതെന്ന് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോ ഞാൻ ചിന്തിച്ചു. എന്തായാലും ഒരു ടീച്ചർ ആയിരിക്കും. ഒരു ടീച്ചർ ഒന്നും പറയാൻ പറ്റില്ല. അവർ പാർഷ്യാലിറ്റി ഉള്ള ഒരു സ്ത്രീ തന്നെയായിരിക്കും. പാർഷ്യലായിട്ട് കാണും, കുട്ടികളുടെ രൂപം വെച്ചിട്ട്
ബോഡി വെച്ചിട്ടൊക്കെ ആയിരിക്കില്ല അവർ അനലൈസ് ചെയ്യും. ടീച്ചർമാരുടെ ഒരു സ്പെഷ്യാലിറ്റി ആണ് കിട്ടും. ഓൾമോസ്റ്റ് എല്ലാം തന്നെ അത്യാവശ്യം ക്യാഷ് ഉള്ള കുട്ടികളാന്ന് തോന്നുന്നു. CBSE ആണല്ലോ. അപ്പൊ ആ ഒരു ലെവലിലുള്ള വലിയ സ്കൂളൊന്നും അല്ല, ചെറിയ ഒരു 3-4 നില തോന്നുന്നു. ഒത്തിരി ഇതല്ല, ഹയർ സെക്കൻഡറി ഒന്നും ഇല്ല അവിടെ. അങ്ങനെ ഇനി നമ്മള് സ്കൂള് ചേഞ്ച് ചെയ്യുക അത്രേ ഉള്ളൂ. ചില സ്കൂളിൽ ചെല്ലുമ്പോൾ നമുക്ക് നല്ല വെൽക്കമിങ് ആയിരിക്കും നമ്മളിത് ചെയ്യുവാന്ന് പറയുമ്പോൾ. അങ്ങനെയുള്ളവരും ഉണ്ട് കേട്ടോ. വെൽക്കമിങ് ആയിട്ട് നമ്മൾ ഭയങ്കര സ്നേഹവും റെസ്പെക്റ്റും ഒക്കെ തരും. അങ്ങനത്തെ പലരും ഷെയർ ചെയ്തിട്ടുണ്ട്. ഡിപ്പെൻസ്, അത് വ്യക്തികളെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്, അല്ലാതെ സ്കൂളൊന്നും ആയിരിക്കില്ലല്ലോ. ഞാൻ അങ്ങനെ മനസ്സിൽ വെച്ചിട്ടുണ്ട്, എന്തെങ്കിലും എനിക്ക് വണ്ണം കുറയുമ്പോൾ ടീച്ചറിന്റെ മുമ്പിൽ പോയി 2 ഡയലോഗ് പറയുന്നത്. നമ്മള് പഠിക്കുമ്പോഴും ഇതുപോലെ ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. അവർക്ക് സൗന്ദര്യമുള്ളവരോട് ഭയങ്കര താല്പര്യം. ഞാൻ ആ ടീച്ചർ ഓർക്കുമ്പോ എനിക്ക് മനസ്സിലാവും അതേ വരുള്ളൂ. അവരുടെ ആ ആറ്റിറ്റ്യൂഡാണ് മനസ്സിൽ വന്നിട്ടുള്ളത്. പഠിക്കുന്ന കുട്ടികളും ഒത്തിരി പഠിക്കുന്ന പിള്ളേരോട്. അതെ. അപ്പൊ നമുക്കൊരിക്കലും ആ ടീച്ചറെ ആലോചിക്കുമ്പോ റെസ്പെക്ട് സ്നേഹമൊന്നും അല്ല ആദ്യം വരിക. പെട്ടെന്ന് ഇങ്ങനെ ഒരു ഓർമ്മ വരുവാണെങ്കിൽ ഓർമ്മ വരില്ല തന്നെ കുറവായിരിക്കും. അവരെവിടെയെങ്കിലും വെച്ച് കാണുമ്പോ തന്നെ നമ്മുടെ മനസ്സിൽ ഇത് തികട്ടി വരും. അങ്ങനെയൊക്കെ ടീച്ചറായിട്ട് കാര്യമുണ്ടോ? എന്താണോ, എന്തായാലും അവര് നല്ല ഏജ്ഡ് ആയിട്ടുള്ള ആളാണ്. അതുകൊണ്ട് ആ ഒരു ഇതാണോന്ന് എനിക്ക്, ആ ഒരു റഫ്നെസ് ആണോ കാണിച്ചതെന്നും അറിയത്തില്ല. അവർക്ക് ഇനി വേറെ വല്ല മൂഡിലിരിക്കുവായിരുന്നോ ഒന്നും നമുക്ക് അറിയില്ലല്ലോ. അതെ, ഓരോരുത്തരുടെ കാഴ്ചപ്പാടിനെ നമുക്ക് മാറ്റാൻ പറ്റുന്ന കാര്യമല്ലല്ലോ മിസ്സേ. അതിന് അത്രയും പറഞ്ഞിട്ട് അവര് സോറി പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. ഞങ്ങളൊന്ന് നോക്കട്ടെ കേട്ടോ ഇവിടെ മാനേജ്മെന്റ്. വേണ്ടായിരുന്നു എന്ന് നമുക്കൊരു ചിന്ത വന്നേനെ. അതും പറഞ്ഞില്ല. ഞാൻ അത്രയും പറഞ്ഞപ്പോ പുള്ളിക്കാരി പറഞ്ഞു ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ എന്ന് പറഞ്ഞു. പിന്നെ എന്റെ ഫേസിലേക്ക് പുള്ളിക്കാരി നോക്കുന്നില്ലേ. ഞാൻ പറഞ്ഞു വേണ്ട മിസ്സേ ക്യാഷ്, ഞാൻ പറഞ്ഞു വേണ്ട ടീച്ചറെ, ഇനി ഇങ്ങോട്ട് പൈസ തന്നിട്ട് എന്നോട് ഇവിടെ പഠിപ്പിക്കാൻ വരാമോന്ന് ചോദിച്ചാൽ ഞാൻ വരികയില്ലെന്ന് പറഞ്ഞു. നമുക്ക് നമ്മളൊരു റെസ്പെക്ട് ഉണ്ടല്ലോ, സെൽഫ് ലവ് പറയുന്ന പോലെ. ഓക്കെ, അപ്പൊ നമ്മൾ എന്തായാലും കാര്യങ്ങൾ PFAയുടെ ഒന്നും ഷെയർ ചെയ്തില്ലെങ്കിലും നമ്മളൊരു ലൈഫ് ലെസൺ പഠിച്ചു അല്ലേ. ഔട്ട്സൈഡ് നമ്മുടെ പുറത്ത് നടക്കുന്ന പല കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി. എനിവേ, നിങ്ങൾ ആ വർക്ക് തന്നിരിക്കുന്ന വർക്കിന്റെ നോക്കൂ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം. പ്ലാൻ ചെയ്യണം. പാർട്ട് 3 ഞാൻ എടുത്തു തുടങ്ങുമ്പോൾ എന്റെ ലെസൺസ് സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് യൂണിറ്റ് തീരുമ്പോഴേക്കും നമ്മുടെ വർക്കുകൾ കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ നന്നായിട്ട്. കാരണം പാർട്ട് 3 യൂണിറ്റ് 3 ആയിരിക്കും ഞാൻ എടുക്കുന്നത്. ഇനിയിപ്പോ പാർട്ട് 2 കോഗ്നേറ്റീവ് ഡെവലപ്മെന്റ് ആണ് എനിക്ക് എടുക്കാറുള്ളത്. 2-3 ഡേയ്സ് കൊണ്ട് അതിന്റെ ക്ലാസ് കഴിയും. അത് കഴിയുമ്പോഴേക്കും ആ പാർട്ട് 2 യൂണിറ്റ് 5 കഴിഞ്ഞിട്ടുള്ള ഏതെങ്കിലും പോർഷൻസ് ആരെങ്കിലും എടുത്തോ? ഡിഫൻസ് മെക്കാനിസമോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ടില്ല. അപ്പൊ അവിടെയും ചിലപ്പോ എനിക്ക് ചാപ്റ്റർ എടുക്കണം. അപ്പൊ അത് കഴിയുന്നവരെ നിങ്ങൾക്ക് എന്തായാലും നല്ലപോലെ സമയമുണ്ട് ഈ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യാനും. ഞാൻ സർവേ തരും ചൈൽഡ് ഡെവലപ്മെന്റിന്റെ നെക്സ്റ്റ് ക്ലാസ്സിൽ. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ക്ലാസ് ഞാൻ എടുക്കുമ്പോൾ ഞാൻ സർവേ തരും. അപ്പൊ സർവേ മിക്കവാറും നെക്സ്റ്റ് വീക്കിൽ സർവേയുടെ ഡീറ്റെയിൽസ് ഞാൻ തരും. കാരണം കുട്ടികളുടെ കെയറിങ് എങ്ങനെയെന്നുള്ള ടോപ്പിക് ആയതുകൊണ്ടാണ് ചൈൽഡ് ഡെവലപ്മെന്റ് എത്തുമ്പോൾ നമ്മൾ അത് തരുന്നത്. ഓക്കെ, പിന്നെ സൈക്കോളജി പാർട്ടാണ്. ഓക്കെ, ഫൈൻ. നമുക്കത് കുഴപ്പമുണ്ടാവില്ല. നിങ്ങൾ അതിനനുസരിച്ച് നമുക്കത് ചെയ്യാം. എക്സാം അപ്പൊ മെയ് വെക്കേഷൻ ടൈമിലായിരിക്കുമല്ലോ മാം? മോസ്റ്റ് ഓഫ് അപ്പൊ എന്തായാലും അറിയിക്കും. 1 വീക്ക് ബിഫോർ എങ്കിലും മിനിമം അറിയിക്കും. സ്റ്റഡി ലീവ് പോലെയൊക്കെ എന്തെങ്കിലും ഉണ്ടോ മിസ്സേ നമുക്ക്? എക്സാമിനേഷൻ നമ്മൾ അങ്ങനെ സ്റ്റഡി ലീവ് തരില്ല. കാരണം അതൊരു പ്രാക്ടീസ് പോലെയാണ്. മറ്റേ മെയിൻ എക്സാമിന് നിങ്ങൾക്ക് സ്റ്റഡി ലീവ് ഉണ്ടാവും. നമുക്ക് എക്സാം ടൈം വരുന്നത് ടൈം എങ്ങനെയാന്ന് അറിയോ മിസ്സേ? എക്സാമിന് ടൈം വരുന്നത് പകലാണോ ഉച്ചയ്ക്ക്? നമ്മുടെ ക്ലാസിന്റെ ടൈം ഒക്കെ എക്സാം ഈവനിങ് ടൈം ആയിരിക്കും. ടേം എക്സാമിന്റെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. മെയിൻ എക്സാം ഈവനിങ് ടൈം ആയിരിക്കും, 7 or 7:30. ജോലി അത് ക്യാമറ ഓൺ ആക്കിയാണോ ചെയ്യേണ്ടത്? അതെ. ഓക്കെ. എക്സാം എടുക്കുമ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് കുറച്ചുകൂടെ വിശദമായിട്ട് പറയാം. ഓക്കെ, ഓക്കെ. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു. ബൈ. താങ്ക് യു മാം. Thank you, miss. Thank you. Sorry for the disturbance, ma'am. Thank you. നോ പ്രോബ്ലം. കുട്ടികളൊക്കെ ചുറ്റും വേണം. അതാണ് നമ്മുടെ ക്ലാസ്. ലിൻഷി ഞങ്ങളത് ഇവിടെ എൻജോയ് ചെയ്യുമായിരുന്നു. ലിൻഷി പോയി തോന്നുന്നു.